അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനോടുള്ള തഖ്വ, സൂക്ഷ്മത ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകളുടെ ആരംഭത്തിലും ഉപദേശങ്ങളിലുമൊക്കെ ഇടയ്ക്കിടെ ആവർത്തിച്ചിരുന്ന ആ ഒരു വസിയത്തിന് ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും പാലിക്കാനും നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തഖീങ്ങളായി കണ്ടുമുട്ടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. റബ്ബിനെ അറിയുക എന്നതാണ് വിഷയം. നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം ആദ്യമായി നമ്മളെല്ലാവരും ഉത്തരം പറയേണ്ട വിഷയം കൂടിയാണ്. മൻ റബ്ബുക എന്നതാണല്ലോ ഖബറിലെ ചോദ്യത്തിൽ ഒന്നാമതായി വരുന്നത്. ആരാണ് നിൻ്റെ റബ്ബ് എന്ന ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളിപ്പോൾ എഴുതി തുടങ്ങേണ്ട കാലം കഴിഞ്ഞു എങ്കിലാണ് അപ്പോൾ നമുക്കത് പറയാൻ കഴിയുക. ഒരിക്കലും ഒരാളുടെ അറിവ് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ചോദ്യമല്ലല്ലോ അത്. മൻ റബ്ബുക എന്ന ചോദ്യം ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ച, നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ട, നമ്മളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് ആരാണ് എന്ന ചോദ്യം, അത് നമ്മുടെ പരീക്ഷകളിൽ നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യം പോലൊരു ചോദ്യമല്ലല്ലോ. അറിയാൻ വേണ്ടി ചോദിക്കുന്നൊരു ചോദ്യമല്ലല്ലോ. ഈ നിൽക്കുന്ന ആൾക്ക് റബ്ബാരാണെന്ന് അറിയോ ഇല്ലേ, നമുക്കൊക്കെ അറിയാമത്. അപ്പോൾ ഉത്തരം പറയേണ്ട ചോദ്യം എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം ശരിക്ക് പറയുക എന്നതല്ല അതിന് പിന്നിലുള്ള താല്പര്യം. ഒരാൾ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചു ദീനിൻ്റെ വിഷയത്തിൽ ഒരുപാട് അറിവുകൾ നേടി, റബ്ബ് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ മുഴുവൻ അയാൾ പഠിച്ചു വെച്ചു. എല്ലാം അറിയാം. റബ്ബ് എന്ന പദം ഖുർആനിൽ വന്ന എല്ലാ ആയത്തുകളെയും അയാൾ ഹിഫ്ളാക്കി. ആരാണ് റബ്ബ് എന്നതിന് ഇസ്ലാമിക പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങളൊക്കെയും പഠിച്ചു. എന്നതുകൊണ്ട് അയാൾക്ക് മൻ റബ്ബുക എന്നതിന് ഉത്തരം പറയാൻ കഴിഞ്ഞോളണമെന്നില്ലല്ലോ. എല്ലാ അറിവും അയാളുടെ തലയിലുണ്ട്. റബ്ബ് എന്ന പദത്തെക്കുറിച്ചും റബ്ബ് ആരാണ് എന്നതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അസ്മാഉകൾ, സിഫാത്തുകൾ ഒക്കെ ഒരാൾ പഠിച്ചു. പക്ഷെ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അത് പോരാ. അത് ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും അറിവിനപ്പുറത്തുള്ളതാണ്. അഥവാ ഒരാളുടെ അറിവ് പരിശോധിക്കാനുള്ളതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ലോകത്ത് ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങളല്ലാത്ത യഥാർത്ഥ വിശ്വാസവും ഈമാനും ആദർശവും ഒന്നും പിന്തുടരാത്ത ആളുകൾക്കൊക്കെയും അറിയാം റബ്ബാരാണ് എന്നെല്ലാവർക്കും അറിയാം. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ലോകത്തുള്ള ഒരേ ഒരു ദൈവത്തെക്കുറിച്ച് ഇസ്ലാം അല്ലാത്ത എത്രയോ മതങ്ങളിൽ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന വിശ്വാസമുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസം ഇന്നും ലോകത്ത് അനേകായിരം ആളുകൾ അങ്ങനെ വിശ്വസിച്ചു പോരുന്നുണ്ട്. അള്ളാഹു എന്ന പേരോ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമികമായ മറ്റ് റബ്ബിൻ്റെ വിശദീകരണങ്ങളോ അല്ലാതെ മൊത്തത്തിൽ ഒരു റബ്ബുണ്ടല്ലോ, നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്, ഈ ലോകം പരിപാലിക്കുന്നത് ആരാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അവർ ഒരേ ഒരു ശക്തിയിൽ, ഒരേ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എന്ന് കരുതി അവർക്ക് ആ ഉത്തരം പറഞ്ഞുകൊള്ളാൻ സാധിക്കണമെന്നില്ല. ഒരു മുസ്ലിമായി ജനിച്ചു ജീവിച്ചു എന്നിരുന്നാലും അത് സാധിച്ചു കൊള്ളണം എന്നില്ല. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിനുള്ള ഉത്തരം പറയുക എന്നതല്ല അവിടെ പ്രധാനം. നേരെ മറിച്ച് അതിനുള്ള ഉത്തരം ജീവിച്ച് കാണിച്ച് മരിച്ചാലേ ആ ഉത്തരം പറയാൻ പറ്റൂ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം എഴുതാനോ പറയാനോ ഉള്ള ഉത്തരമല്ല, അതിനുള്ള ഉത്തരം ജീവിതം കൊണ്ട് ജീവിച്ച് കാണിക്കാനുള്ളതാണ്. അങ്ങനെ ജീവിച്ച് കാണിച്ച് അവസാനം അന്ത്യം പര്യവസാനം നല്ലതായി മാറുമ്പോഴാണ് പിന്നെ ആ ഉത്തരം പറയാൻ പറ്റുക. അല്ലാത്തവരത് പറയാൻ കഴിയില്ല. എത്രയോ കാര്യങ്ങൾ മനഃപ്പാടമാക്കിയിരുന്നാലും
അയാൾക്കത് പറയണമെങ്കിൽ അത് അയാളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. ഒരു യഹൂദനായ മനുഷ്യൻ വന്ന്, യഹൂദ പണ്ഡിതൻ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അള്ളാഹു നാളെ പരലോകത്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരു യഹൂദ പണ്ഡിതനാണ്, ഹബറാണ്. ഹബർ എന്ന് പറഞ്ഞാൽ അഹ്ബാർ, യഹൂദ പണ്ഡിതന്മാർ, പുരോഹിതനാണ് അദ്ദേഹം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അയാൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തൗറാത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന കുറേ വിശദീകരണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രവാചകൻ്റെ അടുത്ത് വന്ന് പറയണം. തൗറാത്തിൽ, ഖുർആനിലും പിന്നെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല, തൗറാത്തിലുമുണ്ട്. നമ്മുടെ അടുക്കൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് എന്ന് പിന്നെ പറയുകയാണ് ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അവസാനിക്കുന്ന ആ ഒരു സമയത്ത് 7 ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ അള്ളാഹുവിൻ്റെ ഒരു വിരലിന്മേൽ വെക്കും. അതുപോലെ തന്നെ ഷജറ അല ഇസ്ബൈൻ, ഭൂമിയിലുള്ള മരങ്ങളെയും സസ്യങ്ങളെയും മൊത്തം ഒരു വിരലിൽ വെക്കും. വൽ മാ അല ഇസ്ബൈൻ വസ്തറ അല ഇസ്ബൈൻ, ഇങ്ങനെ ആൾ തുടർന്ന് പറഞ്ഞു. പിന്നെ മണ്ണ്, വെള്ളം, ഇതിനെയൊക്കെ ഓരോരോ അള്ളാഹുവിൻ്റെ വിരലുകളിൽ അള്ളാഹു പ്രതിഷ്ഠിക്കും. വസാഇറുൽ ഖൽഖി അല ഇസ്ബ, ഒരു മറ്റെല്ലാ സൃഷ്ടിജാലങ്ങളെയൊക്കെ ഒരു വിരലിൽ വെക്കും. എന്നിട്ട് അള്ളാഹു പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ്, ഈ ലോകം മൊത്തം അടക്കി ഭരിക്കുന്ന രാജാവ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു, അത് അംഗീകരിച്ചുകൊണ്ട് ചിരിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലതുപോലെ അണപ്പല്ല് കാണുക ചിരിച്ചു. അണപ്പല്ല് കാണുക ചിരിച്ചു എന്നാൽ അണപ്പല്ല് കണ്ടു എന്നല്ല, അത്ര പോലെ സാധാരണ പുഞ്ചിരിക്കുന്ന പ്രവാചകൻ അത് അംഗീകരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ചിരിച്ചു. തസ്ദീഖൻ ലി ഖൗലിൽ ഹബർ, ഈ പുരോഹിതൻ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് ചിരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിൽ ഒക്കെ ഉദ്ധരിച്ച 2-3 തവണ ആവർത്തിച്ച ഈ ഒരു ആയത്ത് പാരായണം ചെയ്തു. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. യഹൂദികളെക്കുറിച്ചുള്ള ഏറ്റവും ആപ്റ്റായ ആയത്താണ്. അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള കുറേ വിശദീകരണങ്ങൾ അവർക്കറിയാം. തൗറാത്തിൽ എന്താണ് അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നവർക്കറിയാം. പരലോകമുണ്ട് എന്നവർക്കറിയാം. അള്ളാഹു നാളെ എന്താണ് സൃഷ്ടികളെ ചെയ്യുക എന്നവർക്കറിയാം. സ്വർഗമുണ്ട്, നരകമുണ്ട്, ഒക്കെ അറിയാം. അറിയാത്ത പ്രശ്നമൊന്നുമില്ല. കാരണം തൗറാത്ത്, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങൾ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ ഉണ്ടെങ്കിൽ പോലും തൗറാത്തിൽ, ഇഞ്ചീലിൽ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച എത്രയോ ശരിയായ കാര്യങ്ങൾ അവർക്കത് അറിയാം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അന്നത്തെ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയാത്ത പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ, സ്വന്തം മക്കൾ തങ്ങളുടെ മക്കളാണോ എന്ന് ഉറപ്പുള്ളതിനേക്കാൾ അവർക്ക് വ്യക്തമായി അറിയാം അള്ളാഹുവിൻ്റെ റസൂലാണിത്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മക്കയിൽ പ്രവാചകൻ മദീനയിൽ എത്തിയപ്പോൾ, ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ അവിടെ ആ ഹിജ്റയുടെ ആ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ട് പ്രവാചകനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് വിശ്വസിച്ച യഹൂദ റബ്ബിയാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ അതേ യഹൂദ പുരോഹിതനാണ്, സലാം. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വഹീഹായ ഹദീസിൽ അദ്ദേഹത്തിന് ആ സംഭവം വിശദമായി കാണാം. അദ്ദേഹം പ്രവാചകരോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അഥവാ തൗറാത്തിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയ അദ്ദേഹം ഒരു പ്രവാചകന് മാത്രം അറിയുന്നത്. അദ്ദേഹം സംസാരം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, മുഹമ്മദ്, താങ്കളോട് ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കും, ഒരു പ്രവാചകനല്ലാതെ ഉത്തരം പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം പഠിച്ച ആളാണ്, വേദഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയ ആളാണ്. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഒന്നാമത്തേത് ഏതാണ്? സ്വർഗവാസികൾ ആദ്യമായി കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? ഒരു മനുഷ്യനിൽ നിന്ന്, ഗർഭപാത്രത്തിൽ നിന്നൊരു കുട്ടി, ഒരു ഭ്രൂണം, അത് ആണായും പെണ്ണായും മാറുന്നത് എങ്ങനെയാണ്? ഈ 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വിശ്വസിച്ചു. അന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് അറിയാമായിരുന്നു, റബ്ബിനെക്കുറിച്ച് അറിയാമായിരുന്നു, ദീനിനെക്കുറിച്ച് അറിയാമായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ എവിടെ വരും എന്ന് വരെ അറിയാമായിരുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ദീർഘമായ യാത്ര നടത്തി. ഓരോ പുരോഹിതന്മാരും, അന്നുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ നിലകൊണ്ട ഓരോ ക്രിസ്തീയ പുരോഹിതന്മാരാണ് അദ്ദേഹത്തെ ഓരോ സ്ഥലത്തേക്ക് അയക്കുന്നത്. അതുകൊണ്ടാണ് ഇറാനിൽ, ഇന്നത്തെ ഇറാനിലെ ഇസ്ഫഹാനിൽ ജനിച്ച അദ്ദേഹം പിന്നീട് സിറിയയിലെത്തി, ഇറാഖിലെത്തി. ഹദീസിൽ കാണാം, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര വിവരിക്കുന്ന, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്.
മൊസൂളിലെത്തി, മൗസിലിലെത്തി. അവിടെ നിന്ന് പുരോഹിതൻ മരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നസീബീനിൽ പോകാൻ പറഞ്ഞു, അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് അമ്മൂരിയയിൽ പോകാൻ പറഞ്ഞു, അവിടെ എത്തി. അവസാനത്തെ പുരോഹിതൻ മരിച്ചപ്പോൾ ചോദിച്ചു, ആ പുരോഹിതൻ പറഞ്ഞു കൊടുത്തു, ഇനി എനിക്ക് എന്നെപ്പോലൊരു പണ്ഡിതനെ നിനക്ക് ഗുരുവായി സ്വീകരിക്കാൻ എനിക്ക് പറഞ്ഞു തരാനില്ല. ഈ ലോകത്ത് ശരിയായ ആദർശം പുലർത്തുന്ന ഒരാൾ എൻ്റെ അറിവിലില്ല. ഈ മൂന്നാളും കഴിഞ്ഞു. ഇനി എനിക്ക് അറിയുള്ളത് ഇന്നഹു ഖദ് അതല്ല സമാനു നബിയ്യിൻ, ഒരു നബി വരാനുണ്ട്, അതെനിക്കറിയാം. ആ പ്രവാചകൻ വരുന്നത് അറബ് നാട്ടിൽ നിന്നായിരിക്കും. അദ്ദേഹം അവിടെ നിന്ന് ജന്മദേശത്ത് നിന്ന് കറുത്ത പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇടയിലുള്ള ഒരു സ്ഥലത്തേക്ക്, ഈന്തപ്പനകൾ നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം പലായനം ചെയ്യും. അങ്ങനെയാണ് ഇത്രയും കഴിഞ്ഞ് ഈ വിശദ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിൽ എങ്ങനെയൊക്കെയോ എത്തിപ്പെടുന്നത്. അതിനിടയിൽ അടിമയായി പിടിക്കപ്പെടുന്നു, മദീനയിൽ ഒരുപാട് കഷ്ടതകൾ സഹിച്ചു. എന്നിട്ട് റസൂൽ വന്നു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പോയി ഇതൊക്കെ ചെക്ക് ചെയ്തു. തൻ്റെ അറിവുകളൊക്കെ അദ്ദേഹം ചെക്ക് ചെയ്തു. അദ്ദേഹത്തിന് വേദഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പുരോഹിതന്മാർ, ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ റസൂൽ ഒരിക്കലും സ്വതക്ക തിന്നില്ല, ഹദിയെ സ്വീകരിക്കുള്ളൂ. ഹദിയ അദ്ദേഹം ഭക്ഷിക്കും, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്വതക്ക അദ്ദേഹം സ്വയം തിന്നില്ല, ബാക്കിയുള്ളവർക്ക് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ചുമലുകൾക്കിടയിൽ ഖാത്തമുൻ നുബുവത്തിൻ്റെ മുദ്രയുണ്ട്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മുസ്ലിമാണെങ്കിൽ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ആദ്യം റസൂലുള്ളാഹി വന്നപ്പോൾ ഭക്ഷണം കൊണ്ടുകൊടുത്തു. സ്വതക്കയാണ്, നിങ്ങളും നിങ്ങളുടെ അനുചരന്മാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ എത്തിയെന്ന് അറിയാം, ഭക്ഷണത്തിൻ്റെ ആവശ്യം ഉണ്ടാവുമല്ലോ, ഭക്ഷണം കഴിച്ചോളൂ കൊണ്ടുവന്ന് കൊടുത്തു നോക്കി. റസൂൽ അത് ബാക്കിയുള്ളവർക്ക് വിധിച്ചു കൊടുക്കുന്നത് അദ്ദേഹം കണ്ടു. പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേറെ ഭക്ഷണവുമായി പോയി. ഇത് ഹദിയാണെന്ന് പറഞ്ഞു, അത് പ്രവാചകൻ തിന്നു. ബഖീയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോടൊപ്പം നിൽക്കുമ്പോൾ ഒരു തട്ടവും ഇട്ടിങ്ങനെ നിൽക്കുമ്പോൾ സൽമാൻ ഫാരിസി ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. തട്ടം ഇങ്ങനെ കൈ എങ്ങനെ പൊക്കുമ്പോൾ ഇത് കാണാൻ പറ്റുമോ? ഇത് പ്രവാചകൻ കണ്ടു. പ്രവാചകൻ ആ സ്ഥലം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം മനസ്സിലായി നോക്കാനായിരിക്കും നിൽക്കുന്നത്. അദ്ദേഹം കണ്ടു, എന്നിട്ടാണ് കെട്ടിപ്പിടിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നത്. അന്നത്തെ എത്രയോ രാജാക്കന്മാർ, ഹിറക്കിൽ രാജാവ്, ഈജിപ്തിലെ മുക്കൗക്കിസ് രാജാവ്, ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അന്നത്തെ യഹൂദന്മാർക്കും ആളുകൾക്കും അല്ലാഹ് ആരാണെന്ന് അറിയാത്ത പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ പോലും ആരാണ് എന്താണെന്ന് അറിയാത്ത പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ രാജാക്കന്മാരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എത്ര കൃത്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ത്, അദ്ദേഹത്തിൻ്റെ ആരാണ് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നത്, വലിയ സമൂഹത്തിൽ ഉന്നത കുലജാതരാണോ അതോ അധസ്ഥിതരാണോ അദ്ദേഹത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള യുദ്ധം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും രാജാക്കന്മാരുണ്ടായിട്ടുണ്ടോ? മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാർ ഇസ്ലാം സ്വീകരിക്കുന്നത് അങ്ങനെയാണ്. അലക്സാണ്ട്രിയയിൽ പോയി ഈജിപ്തിലെ മുക്കൗക്കിസ് രാജാവിനെ കണ്ടു. ആ രാജാവ് പോലും ഈ പ്രവാചകനെക്കുറിച്ച് ഇങ്ങനെ വലിയ ഭയപ്പാടോടുകൂടി ആദരവോടുകൂടി പറയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, നമ്മളിലേക്കാണല്ലോ ഇപ്പോൾ റസൂൽ വന്നത്, എന്നിട്ട് നമുക്ക് പോലും വിലയില്ല. ഇവിടെ വലിയ ചക്രവർത്തിമാർ, രാജാക്കന്മാർ അദ്ദേഹത്തെ ഭയപ്പെടുകയും അദ്ദേഹത്തെ ആദരവോടുകൂടി പറയുകയും ചെയ്യുന്നു. അങ്ങനെ അലക്സാണ്ട്രിയയിലെ മുഴുവൻ പിന്നെ ക്രിസ്തു മഠങ്ങളും യഹൂദ പിന്നെ സിനഗോഗുകൾ അദ്ദേഹം കയറിയതാണ്. അതേ യാത്രയിൽ തിരിച്ച് നേരെ മക്കയിലേക്കല്ല പോയത്, നേരെ മദീനത്ത് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിച്ചു. അന്ന് അദ്ദേഹത്തും ഇതുപോലെ രാജാക്കന്മാർ ചോദിച്ച ചോദ്യങ്ങൾ, യഹൂദ പുരോഹിതന്മാർ ചോദിച്ച ചോദ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവരുടെ പ്രശ്നം അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും ഒക്കെ ഒരുപാട് വിവരങ്ങൾ അവരുടെ അടുത്തുണ്ട്. നമ്മളടുത്തും ഇന്നും മുസ്ലിം സമൂഹത്തിൻ്റെ അടുക്കലും കുറേ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ച ഖുർആനും ഹദീസുകളൊക്കെ ഉള്ളതുപോലെ അവരുടെ അടുത്തും ഉണ്ടായിരുന്നു, കുറേ അറിവുകളുണ്ടായിരുന്നു. പക്ഷേ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് ഉത്തരം ശരിക്കും കൊടുക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. അതേ നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നമുക്കും കഴിയില്ല. കാരണം തൗറാത്തും ഇഞ്ചിലൊക്കെ അള്ളാഹു അവതരിപ്പിച്ചതാണല്ലോ. അവരുടെ ജനസമൂഹങ്ങൾക്ക് ആ ശരീഅത്തിന് ആ പ്രവാചകന്മാർക്ക് അള്ളാഹു അവതരിപ്പിച്ചതാണ്. പക്ഷേ അവരുടെ അടുത്തത് ഉണ്ടായിട്ടും ഇത്രയേറെ വിവരങ്ങൾ ഈ യഹൂദ പുരോഹിതൻ വന്ന് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ റസൂൽ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? സംഗതിയൊക്കെ അറിയാം, പരലോകത്ത് നടക്കാനൊക്കെ അറിയാം. അള്ളാഹു റസൂലുള്ളാഹി ഖുർആനിലെ ആയത്ത് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റെ ഒരൊറ്റ കൈപ്പിടിയിലായിരിക്കും, ഖബ്ദത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഖുർആനിലുള്ള ആയത്താണ്. യഹൂദ പുരോഹിതൻ പറഞ്ഞ അതേ ആശയം ശരിവെക്കുന്ന ആയത്ത്, അതിൻ്റെ തുടക്കം. പക്ഷേ അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല. അപ്പോൾ റബ്ബിനെ അറിയുക എന്ന് പറഞ്ഞാൽ കുറേ വിവരങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ കുറേ അറിവ് നേടിയെടുക്കുക എന്നതിനും അപ്പുറത്താണ് എന്ന് ചുരുക്കം. നമ്മുടെ ഖബറിൽ അള്ളാഹുവിനെ അറിഞ്ഞൊരു മനുഷ്യനാണ്, റബ്ബിനെ ശരിക്കും ജീവിതത്തിൽ ഉൾക്കൊണ്ട ഒരാളാണ് എന്ന ആ ചോദ്യത്തിന് നമുക്ക് മൻ റബ്ബുക്ക എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയണമെങ്കിൽ നാം പറഞ്ഞതുപോലെ നമ്മളിതിങ്ങനെ കുറേ മനഃപ്പാടമാക്കിയിട്ടും പിന്നെ മദ്രസയിൽ പഠിച്ചിട്ടും ഉള്ളതല്ല അവിടെ ചോദിക്കുക. അത് വേണ്ടാന്നല്ല ഈ സംസാരത്തിനർത്ഥം. നേരെ മറിച്ച് അതല്ല അവിടെ ചോദിക്കുക. അവിടെ ചോദിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് റബ്ബിനെ നമ്മൾ മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ളതാണ്. ആ റബ്ബിൻ്റെ ആദർശം, റബ്ബ് എന്തിനാണോ മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആനോട് പറഞ്ഞ ആ ആദർശം
ഉള്ളിലുണ്ടോ എങ്കിലും അവൻ്റെ റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റും. അയാളുടെ ജീവിതത്തിൽ മുഴുവൻ ആ റബ്ബ് ഉള്ളിലുണ്ടോ, ആ റബ്ബ് ജീവിതത്തിൽ എപ്പോഴും ആ റബ്ബിനെക്കുറിച്ചുള്ള ശരിയായ ബോധം ഉള്ളിലുണ്ടോ എങ്കിൽ അവൻ റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റും. എത്രയോ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് ഈ ശരിയായ ആദർശം, ശരിയായ തൗഹീദ് മനുഷ്യനെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം മനുഷ്യനെ അറിയുന്നതിനും അതനുസരിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. എല്ലാം വിശുദ്ധ ഖുർആൻ, ഈ ലോകത്ത് വന്ന പ്രവാചകന്മാർ ഒക്കെ അള്ളാഹുവിനെ പഠിപ്പിക്കാൻ, അള്ളാഹു എന്താണ് മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ക്ലാസ് നമുക്കെല്ലാവർക്കും കൂടി അള്ളാഹുവിനെ അറിയുന്ന ഒരു ക്ലാസ്സിൽ പോയിട്ട് വരാം, ഇത് അള്ളാഹുവിനെ അറിഞ്ഞിട്ട് തിരിച്ചു വരാം. അതല്ല അറിയൽ. ഇവിടെ നിന്ന് ക്ലാസ്സുകളിൽ നിന്ന് മദ്രസയിൽ നിന്ന് നമുക്ക് കിട്ടുക കുറേ അറിവുകളാണ്. അറിവുകൾ കിട്ടും, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, ആയത്തുകൾ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്, ഹദീസുകളിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്, അതെങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചത്, ഇതൊക്കെ നമുക്ക് കിട്ടും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ അറിയാത്തൊരു നിമിഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പരാജയപ്പെട്ടു. അള്ളാഹുവിനെ അറിയാത്ത ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അള്ളാഹുവിനെ അറിയുന്നൊരു മനുഷ്യനായി മാറുമ്പോഴാണ് മൻ റബ്ബുക്ക എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുക. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അത് ഒരു മദീനയുടെ പ്രാന്തപ്രദേശത്ത് മരുഭൂമിയിലേക്കൊരു യാത്ര പോയ സംഭവം നമുക്ക് കാണാം. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സിഫത്തുസ് സഫ്വയിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന എന്നറിയപ്പെട്ട വലിയ സ്വഹാബിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനങ്ങളെയും അനക്കങ്ങളെയും അടക്കങ്ങളെയും ഒക്കെ പിന്തുടർന്ന് അത് ജീവിതത്തിൽ പുലർത്താൻ ശ്രമിച്ച വലിയ സ്വഹാബി. അപ്പോൾ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ താബിഈ പണ്ഡിതൻ ഇമാം നാഫിഉമുണ്ട്. ഹദീസുകളിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ ഹദീസുകളിൽ തന്നെ ഏറ്റവും വിഖ്യാതമായ സനദാണ് ഇമാം നാഫി, അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സനദ്. അത്രയേറെ പ്രശസ്തരായ ആളുകളാണ്. അപ്പോൾ ഇവർ പോയപ്പോൾ ഇവരൊരു ഇമാം നാഫി പറയാണ്, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹുവിനോടൊപ്പം ഇങ്ങനെ പോയി, മദീനയുടെ ചില പ്രാന്തപ്രദേശങ്ങളിലാണ് ഞങ്ങൾ പോയത്. അവിടെ എത്തി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഒരാട്ടിടയൻ നമ്മുടെ സമീപത്തൊരു കടന്നുപോയി. നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു അത്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആട്ടിടയനെയും കൂടി വിളിക്കാൻ നമുക്ക് ഭക്ഷണം കഴിക്കാൻ, അദ്ദേഹത്തെയും കൂടി ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട. എന്താണ് അത്? ഇന്നി സായിം, എനിക്ക് നോമ്പാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്ര വലിയ ചൂടുള്ളൊരു ദിവസം നീ നോമ്പെടുക്കേ? ഭയങ്കര ചൂടുള്ളൊരു ദിവസമാണല്ലോ. ഈ ദിവസം ഈ മരുഭൂമിയിൽ ഇങ്ങനെ ആടുകളെയും മേയിച്ച് നടക്കുന്ന വളരെ കഠിനമായൊരു ജോലി നിർവഹിക്കുന്ന നീ നോമ്പെടുക്കുകയോ? അപ്പോൾ അയാൾ പറഞ്ഞു, നാളെ പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ഈ ദിവസം ദുനിയാവിലെ ദിവസങ്ങൾ കൊണ്ട് നാളെ പരലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത പരലോകത്ത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ദിവസങ്ങൾ ഇതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അമലുകൾ വേണമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, നിൻ്റെ ആട്ടിന് പറ്റത്തുന്ന ഒരു ആട്ടിന് എനിക്ക് തരുമോ? അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നൊന്നും മനസ്സിലായിട്ടില്ല. അത് സാധാ ഒരു ആട്ടിടയനാണ്. നിൻ്റെ ആട്ടിന് പറ്റത്തുന്ന ഒന്നിനെ എനിക്ക് തരുമോ? അപ്പോൾ നമുക്കിതിനെ ശരിപ്പെടുത്തി പിന്നെ അറുത്ത് ഭക്ഷണമാക്കി ഇപ്പോൾ കഴിക്കാം, നിനക്കും നമ്മളോട് കൂടെ ഇരുന്ന് കഴിക്കാം, അതിൻ്റെ വില നിനക്ക് തരുകയും ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ ആട്ടിൻ പറ്റങ്ങളല്ല, ഞാനൊരു ജോലിക്കാരനാണ്, ഇത് എൻ്റെ ഉടമസ്ഥൻ്റെ, ഇതിനൊരു ഉടമസ്ഥനുണ്ട്, അയാളോട് ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് നിങ്ങൾക്കിത് വിൽക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഒരു ചെന്നായ പിടിച്ചെന്നല്ല പറഞ്ഞാൽ പോരെ. ആട്ടിൻ പറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ 100, 200 പിന്നെ വളരെ വലിയ എണ്ണത്തിലാണല്ലോ ആട്ടിൻ പറ്റങ്ങളായാലും കന്നുകാലികളൊക്കെ അങ്ങനെ രൂപത്തിൽ വളർത്തുക. ഒന്നിനെ ചെന്നായ പിടിച്ചു എന്ന് പറയുന്നത് നിനക്കതിൻ്റെ പൈസ കിട്ടും, നിനക്ക് നമ്മൾ വേണമെങ്കിൽ നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കാം, ഒരുപാട് ഉപകാരങ്ങൾ കിട്ടും. ആ ആട്ടിടയനൊന്നും മിണ്ടിയില്ല എന്നുള്ളതാണ്. ആട്ടിടയൻ ഇത് കേട്ടു, തരുമോന്ന് ചോദിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇതും കേട്ട് അയാൾ തിരിഞ്ഞു നടന്നു എന്നാണ്. ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്ന് കുറച്ചങ്ങോട്ട് പോയതിനു ശേഷം ആകാശത്തേക്ക് കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് അയാൾ ചോദിച്ചു എന്നാണ്. തിരിഞ്ഞു നോക്കാതെ അയാൾ ചോദിച്ചു, ഫഅൈനല്ലാഹ്, അതായത് പിന്നെ അള്ളാഹുവിന് എന്താണ് പ്രസക്തി എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. പിന്നെ അള്ളാഹു എവിടെ? ഞാനിങ്ങനെ നിങ്ങളുമായി ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഇടപാട് നടത്താനാണെങ്കിൽ പിന്നെ അള്ളാഹു
അള്ളാഹുവിന് എൻ്റെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണ് ഞാൻ കൊടുക്കുന്നത്, അള്ളാഹു ഇത് കാണുന്നുണ്ടല്ലോ എന്ന ബോധ്യമാണ്. അപ്പോൾ ആ ഒരു സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് മദീനയിലെത്തി ആ മനുഷ്യനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അദ്ദേഹത്തെ മോചിപ്പിച്ചു. ആ ആട്ടിൻപറ്റത്തെയും വാങ്ങി സൗജന്യമായി അദ്ദേഹത്തിന് കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഒരു മനുഷ്യനെ അറിയുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതിന് അതിൻ്റെ ചെറിയൊരു ഉദാഹരണം നമുക്ക് പഠിപ്പിച്ചിരുന്ന സംഭവമാണിത്. നമ്മുടെ എല്ലാ രംഗങ്ങളിലും റബ്ബിനെ അറിയുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനൊരു പ്രതികരണം നടത്താൻ പറ്റുക. ഒറ്റയ്ക്കാവുമ്പോഴും അല്ലാത്തപ്പോഴും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകളിൽ മാത്രം അള്ളാഹുവിനെ അറിയുന്ന ആളുകളുണ്ട്. അതായത് ചില മേഖലകളിലൊക്കെ മാത്രമേ ദീനുള്ളൂ എന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ട്. പള്ളിയുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. നിസ്കാരം, നോമ്പ്, ഇബാദത്തുകൾ ഇതൊക്കെ മാത്രമാണ് ഈ റബ്ബിനെ അറിയുക, ദീൻ അറിയുക എന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അതിന് പുറത്തിറങ്ങിയില്ല. ഒരു ഇടപാട് നടത്തുമ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ദീനിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. സക്കാത്തിന് തരാം, സക്കാത്തിൻ്റെ ഇനങ്ങൾ, നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കൽപ്പനകൾ ഏതാണ് അതൊന്നും അറിയില്ല. ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ചില മേഖലകൾ മാത്രം, അത് തൊപ്പി, പിന്നെ ഒരു തൊപ്പിയിട്ട് പള്ളിയിലേക്ക് പോവാം, പള്ളിയുമായി ബന്ധപ്പെട്ട് റമദാൻ, നോമ്പ്, തറാവീഹ് ഇതൊക്കെ തന്നെയുള്ളൂ ദീൻ. നിത്യജീവിതത്തിൽ ഓരോ താൻ ഇടപെടുന്ന മേഖലകളിലും റബ്ബിനെ മനസ്സിലാക്കണമെന്ന ചിന്ത പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് പറയുന്ന വാചകങ്ങൾ, അള്ളാഹു പറയുന്ന വാചകങ്ങളൊന്നും യബ്ന ആദം, അല്ലയോ ആദമിൻ്റെ സന്തതി, മരിൽതു ഫലം തഅുദിനി, ഞാൻ രോഗിയായിരുന്നു പക്ഷെ നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. അള്ളാഹു പറയുന്നു, അള്ളാഹു രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. അപ്പോൾ അടിമ ചോദിക്കും എന്നാണ്, യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, എൻ്റെ റബ്ബേ നിന്നെ, പിന്നെ ലോകത്തിൻ്റെ റബ്ബുൽ ആലമീനായ നിന്നെ എങ്ങനെയാണ് നമ്മൾ സന്ദർശിക്കുക? നിനക്കെങ്ങനെ രോഗം വരിക? നിന്നെ എങ്ങനെയാണ് നമ്മൾ സന്ദർശിക്കുക? അള്ളാഹു പറയുന്ന മറുപടി, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ് ഫലം തഉദ്ഹു, നിനക്കറിയാമായിരുന്നില്ലേ നീ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഇന്ന അടിമ രോഗിയായി കിടന്ന് നിനക്കറിയാമായിരുന്നല്ലോ, ഇത് നീ അയാളെ സന്ദർശിച്ചില്ലല്ലോ. അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു, നീ മനസ്സിലാക്കേണ്ടത്, നിനക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല, നീ മനസ്സിലാക്കേണ്ടത് നീ അയാളെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ നിനക്ക് അവിടെ കാണാമായിരുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് നിശ്ചയിച്ചു തന്ന ഏത് റോളാകട്ടെ ആ റോള് കറക്റ്റ് നിർവഹിക്കാൻ എന്തൊക്കെ മേഖലകളുണ്ടോ, വഴികളുണ്ടോ, അവിടെയൊക്കെയും റബ്ബിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ്. വളരെ സുദീർഘമായ ഹദീസാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുന്നത് കാണാം, പിന്നെയുമുള്ള ചോദ്യങ്ങൾ. എൻ്റെ ഒരു അടിമ നിന്നോട് ഭക്ഷണം ചോദിച്ചിരുന്നല്ലോ. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ പിന്നെ കണ്ടുമുട്ടുന്ന ഒട്ടേറെ സന്ദർഭങ്ങളാണിത്. റബ്ബിനെ മനസ്സിലാക്കിയൊരു മനുഷ്യനും മനസ്സിലാക്കാത്തൊരു മനുഷ്യനും അള്ളാഹുവിനെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യനും അല്ലാത്തയാളും തമ്മിലുള്ള വ്യത്യാസം എനിക്കും നിങ്ങൾക്കും ഒക്കെ പുനർവിചിന്തനം നടത്താൻ കഴിയുന്ന ഒരു ഏരിയയാണിത്. അള്ളാഹു പറയാണ്, എൻ്റെ ഒരടിമ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്നപ്പോൾ നിന്നോട് ഭക്ഷണം ചോദിച്ചിരുന്നില്ലേ, ഫലം തുത്ഇംഹു, നീ അയാൾക്ക് ഭക്ഷണം കൊടുത്തില്ലല്ലോ. നീ അയാൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിനക്ക് എൻ്റെ അടുത്തിപ്പോൾ കാണാമായിരുന്നു. നിന്നോട് വെള്ളം ചോദിച്ചിട്ട് നീ വെള്ളം കൊടുത്തിരുന്നില്ലല്ലോ, അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു. വളരെ സുദീർഘമായ ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസാണിത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ചില ഏരിയകൾ മാത്രമല്ല, നിസ്കരിക്കുമ്പോൾ മാത്രമല്ല അള്ളാഹു ഉള്ളത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും പടച്ചവനെ നമ്മൾ അറിഞ്ഞ് ജീവിക്കണം. അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന ഓരോ അവസരങ്ങളെയും അയാൾ കാണുന്നതും ആ രൂപത്തിലായിരിക്കും. അള്ളാഹു നമുക്ക് തരുന്ന അവസരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. അള്ളാഹുവിനെ അറിയുക എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മളെ കാണുന്നത് എങ്ങനെയാണ്, നമുക്ക് തരുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്. റമദാൻ അതൊരു വലിയ അവസരമാണ്. അതുകൊണ്ടാണല്ലോ സ്വതവേ സൗമ്യനായി വളരെ സൗമ്യമായ ശത്രുക്കൾക്ക് പോലും എതിരെ പ്രാർത്ഥിക്കാത്ത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറുമ്പോൾ ആമീൻ പറഞ്ഞത്, റമദാൻ കിട്ടിയിട്ട് ഒരു മനുഷ്യനത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഫഅബഅദഹുല്ലാ, അള്ളാഹു അയാളെ നശിപ്പിക്കട്ടെ, അഥവാ വിദൂരത്താക്കട്ടെ എന്നാണല്ലോ പ്രാർത്ഥന. വളരെ കണിശവും കർക്കശതയും നിറഞ്ഞൊരു പ്രാർത്ഥനയാണല്ലോ അത്, ആ ഭാഷ. ഫഅബഅദഹുല്ലാ എന്നാണ് ആ വാചകം. എന്ന് പറഞ്ഞാൽ അള്ളാഹു അയാളെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നുമൊക്കെ വിദൂരത്താക്കട്ടെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നശിപ്പിക്കട്ടെ. പിന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തും കാരുണ്യമൊന്നും ഒരു മനുഷ്യന് കിട്ടിയില്ല, അതിൽ നിന്നൊക്കെ അയാൾ വിദൂരത്താണെങ്കിൽ പിന്നെ അയാളെ രക്ഷപ്പെടില്ലല്ലോ. അതിന് അള്ളാഹുവിൻ്റെ റസൂൽ ജിബ്രീൽ അലൈഹി സ്വലാം പറയുന്നു, ആമീൻ പറയുക പ്രവാചകരെ. ഞാൻ ആമീൻ പറഞ്ഞു എന്ന്
അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നു. അഥവാ അള്ളാഹു ഇങ്ങനെ മുമ്പിലേക്ക് ഏറ്റവും ജീവിതത്തിൽ എത്രയേറെ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച മനുഷ്യനാണ്. അള്ളാഹു ഒരുപാട് അവസരങ്ങളിനെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു, മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നു. എന്നിട്ടും ആ റബ്ബിനെ മനസ്സിലാക്കാനും ആ റബ്ബ് തരുന്ന അവസരങ്ങൾ തിരിച്ചറിയാനും കഴിയാത്തവനെ പിന്നെ എങ്ങനെ രക്ഷപ്പെടും എന്നതാണല്ലോ ഹദീസിൻ്റെ ആശയം. ആ ഹദീസിൽ പറഞ്ഞ മറ്റൊരു കാര്യം, അള്ളാഹു ഇതുപോലെ വയസ്സായ സമയത്ത് മാതാപിതാക്കളെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തു, അവൻ്റെ വീട്ടിൽ കൊടുത്തു. അതാണല്ലോ, മാതാപിതാക്കളിലോ രണ്ടാളെയോ അല്ലെങ്കിൽ ഒരാളെയോ അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തതാണ്. യാദൃശികമായി വന്നതല്ല. കാരണം അവന് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, നാളെ പരലോകത്ത് വിജയിക്കണമെങ്കിൽ ഇതന്നെ മതി. ശരിക്കും ഇവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചാൽ നാളെ പരലോകത്ത് വലിയ സ്ഥാനങ്ങൾ കൈയടക്കാം. പക്ഷേ എന്നിട്ടും അവനത് ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ എന്താണ് അവനെക്കുറിച്ച് പറയുക? അള്ളാഹു അവനെ നശിപ്പിക്കട്ടെ എന്നല്ലാതെ മറ്റെന്താണ് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുക? അത്രയേറെ വലുത് അള്ളാഹു കൊണ്ടു കൊടുത്തിട്ട് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ. ഇത് റമദാനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിലോ മാത്രമല്ല, ഓരോ ദിവസവും ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ തിന്മകൾ ഇതുമായി ഒക്കെ ബന്ധപ്പെടുത്തി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ് കാണാമല്ലോ. അള്ളാഹു നന്മയും തിന്മയും ഒക്കെ മനുഷ്യന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യന്മാർ ചെയ്തത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ, ഒരു മനുഷ്യനൊരു നന്മ ചെയ്യാൻ വിചാരിച്ചു. അള്ളാഹു നമ്മുടെ ഓരോ കർമ്മങ്ങളിലും റബ്ബിനെ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കുറേ ഹദീസുകളാണത്. ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു, ചില സാഹചര്യങ്ങൾ കാരണം, ന്യായമായ ചില കാരണങ്ങൾ കാരണം അയാൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അയാൾ തീരുമാനിച്ചിരുന്നു, നിയത്ത് ചെയ്തിരുന്നു, ഞാനിത് ചെയ്യും. കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനത്തൻ കാമില, അള്ളാഹു ഒരു പൂർണ്ണമായ നന്മ അയാൾക്ക് രേഖപ്പെടുത്തും. ഇനി ഒരാൾ തീരുമാനിക്കുകയും ചെയ്തു, നിയത്ത് ചെയ്യുകയും ചെയ്തു, എന്നിട്ടത് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ 10 ഇരട്ടി മുതൽ പിന്നെ എത്രയോ ഇരട്ടി വരെ, 700 ഇരട്ടി വരെ അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്ര അയാൾക്ക് ഇരട്ടി നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യും. ഒരു നന്മ ചെയ്തില്ലെങ്കിൽ പോലും അള്ളാഹു നമുക്ക് പ്രതിഫലം തരാനായി കാത്തു നിൽക്കുന്നുണ്ട്. ഈ റമദാനിനെ കുറിച്ചല്ലല്ലോ നമ്മൾ സൂചിപ്പിക്കുന്നത്, ജീവിതം മൊത്തം ഉള്ള ഹദീസാണല്ലോ ഇത്. റമദാനിൽ മാത്രമല്ലല്ലോ ഈ ഇങ്ങനെ ഒരു ഓഫർ ഉള്ളത്. ജീവിതം മൊത്തം റബ്ബിനെ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊരു നന്മ ചെയ്യാൻ ചെയ്ത് പൂർത്തീകരിക്കുക പോലും വേണ്ട, അതിനു മുമ്പേ നമുക്ക് പ്രതിഫലം തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു നിൽക്കുന്നു. തീരുമാനിച്ചുറപ്പിച്ചാൽ തന്നെ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരു പൂർണ്ണമായ പ്രതിഫലം. ചെയ്താലോ റബ്ബിനോടുള്ള അടുപ്പവും റബ്ബിനോടുള്ള സാമീപ്യവും ഒരാൾക്ക് അയാളുടെ ഉള്ളിലുള്ള ഇഖ്ലാസും തഖ്വയും ഒക്കെ അനുസരിച്ച് 10 ഇരട്ടിയോ എത്രയോ ഇരട്ടി, 700 ഇരട്ടി വരെ ഈ ഹദീസിൽ കാണാം. നിസ്കാരത്തിൽ ഒറ്റ സൊഫിൽ നിൽക്കുന്ന ആളുകൾ, പ്രവാചകൻ നിസ്കാരത്തെക്കുറിച്ച് മാത്രം സൂചിപ്പിച്ചല്ലോ. ഓരോരുത്തരും നിസ്കാരം തമ്മിൽ ചിലർക്ക് പ്രതിഫലം ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലർക്ക് 10-1, 9-1, 8-1, 7-1 ഒക്കെ പലതരത്തിൽ പ്രതിഫലം ലഭിക്കുന്ന ആളുകളുണ്ടാവും. അത് ഓരോരുത്തരും റബ്ബ് തമ്മിലുള്ള ബന്ധവും അയാളുടെ ഇഖ്ലാസും അയാളുടെ നിയ്യത്തിൻ്റെ ക്വാളിറ്റിയും നിസ്കാരത്തിൻ്റെ ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ചാണ്. ഇനി ഒരാളൊരു തിന്മ ചെയ്താലോ, ഒരാളൊരു തിന്മ വിചാരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒമൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹ, ഒരാൾ തിന്മ വിചാരിച്ചു, ഉറപ്പിച്ചു, ചെയ്യാനൊക്കെ തീരുമാനിച്ചു, ചെയ്തിരിക്കും എന്നയാൾ നിശ്ചയിച്ചു എല്ലാം, പക്ഷെ പിന്നെ അയാൾ ചെയ്തില്ല, വേണ്ട എന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് തിന്മ വിചാരിച്ചതിനും തീരുമാനിച്ചുറപ്പിച്ചതിനുമുള്ള ശിക്ഷയും പാപഭാരവും ഇല്ല എന്ന് മാത്രമല്ല, അത് ഒഴിവാക്കിയതിൻ്റെ പേരിൽ കതബഹ അല്ലാഹു ഇൻദഹു ഹസനത്തൻ കാമില, ഒരു പൂർണ്ണമായ നന്മ രേഖപ്പെടുത്തും അള്ളാഹു. ഇതെല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ്. ഇനി അത് ചെയ്താലോ അവിടെ പിന്നെ റബ്ബിനെ ധിക്കരിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒട്ടേറെ അവസരങ്ങൾ കൊടുത്തു അതിൽ നിന്ന് മാറി നിൽക്കാൻ, പലതരത്തിൽ തൗബയ്ക്കും ഇസ്തിഗ്ഫാറും ഒക്കെ, എന്നിട്ട് അതൊന്നും ചെയ്യാതെ അത് ചെയ്താലും അയാൾക്ക് രേഖപ്പെടുത്തുക ഒരു തിന്മ. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും പടച്ചവനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹദീസുകളും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ ദിവസത്തെ നമ്മുടെ ചര്യകളും ഒക്കെ ഇതിലൂടെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നമ്മളൊന്ന് പരിശോധിച്ച് കടത്തിവിടണം. നമ്മുടെ ഉറക്കം, നമ്മുടെ കച്ചവടം, നമ്മുടെ ആളുകളുമായുള്ള ബന്ധം, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രൂപം, നമ്മുടെ വസ്ത്രധാരണം, നമ്മൾ ജീവിതത്തിൽ പുലർത്തുന്ന ഇസ്ലാമികമായ ചിട്ടകളൊക്കെയും അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശരിക്കും പടച്ചവനെ അറിഞ്ഞൊരു മനുഷ്യനാണോ, അതല്ല നമ്മൾ പലപ്പോഴും അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മറക്കുന്ന ആളുകളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം തൃപ്തിപ്പെടുന്നൊരു മനുഷ്യൻ, അള്ളാഹുവിന് അത്രയേറെ സന്തോഷമുണ്ടാകുന്നൊരു മനുഷ്യൻ, അഥവാ അയാൾ അൻ യഅകുലൽ അക്ലത ഫയഹ്മദഹു അലൈഹ, ഒരു ഭക്ഷണം ഒരു പിടി ഭക്ഷണം തിന്നാലും അള്ളാഹുവിന് ഹംദ് പറയുന്ന മനുഷ്യൻ, അയാൾ ശരിക്കും റബ്ബിനെ അറിഞ്ഞവനാണ്. ഓരോ ഭക്ഷണത്തിൻ്റെയും വില, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതിൻ്റെ മൂല്യം അയാൾ അറിഞ്ഞ മനുഷ്യനാണ് അയാൾ.
ഓരോ ഇറക്ക് വെള്ളം കുടിക്കുമ്പോഴും അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്ന മനുഷ്യൻ, അവനെക്കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ അത് പ്രതിഫലിക്കണം. നമ്മൾ ഒരാളോട് ഒരു സലാം പറഞ്ഞാൽ പോലും അയാൾക്ക് മറ്റുള്ളവർക്ക് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയണം. റബ്ബിനെ തിരിച്ചറിഞ്ഞ മനുഷ്യന്മാർ അവർ എന്തും റബ്ബിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായി. പിന്നെ അവിടെ ന്യായങ്ങളില്ല, പിന്നെ ഒഴിവ് കഴിവുകളില്ല, പിന്നെ ചോദ്യങ്ങളില്ല, തർക്കങ്ങളോ സംശയങ്ങളോ സന്ദേഹങ്ങളോ ഇല്ല. റബ്ബിനെ ശരിക്കും മനസ്സിലായി, അള്ളാഹുവിനെ കൂടുതൽ പിന്നെ എങ്ങനെ ഈ അറിഞ്ഞ അറിവ് വെച്ച് റബ്ബിനെ ശരിക്കും മനസ്സിലായപ്പോൾ എന്ത് നന്മ ചെയ്താലും അതിൻ്റേതായ പിന്നെ പ്രതിഫലനം ജീവിതത്തിലുണ്ടാകും. ഏതൊരു തിന്മ വന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു വലിയ പർവ്വതം തൻ്റെ മുകളിലേക്ക് പതിക്കാൻ കാത്തു നിൽക്കുന്നത് പോലെയായിരിക്കും ഒരു മുഅ്മിൻ തൻ്റെ തിന്മകളെ കാണുക. ഈ ബോധമില്ലാത്തവൻ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൂക്കിൻ തുമ്പിലൂടെ പാറിപ്പോകുന്ന ഈച്ചയെപ്പോലെയായിരിക്കും അവനവൻ്റെ പാപങ്ങളെ കാണുക. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവൻ കാണുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത കൈവരുത്താൻ നമുക്ക് കഴിയും, ചിട്ടകൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി, ഉസൂലുസ് സലാസ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, ബിമാ അറഫ്ത റബ്ബക്, എങ്ങനെയാണ് ഈ റബ്ബിനെ മനസ്സിലാവുക? നമ്മളീ പറഞ്ഞത് റബ്ബിനെ അറിയുക, റബ്ബിനെ തിരിച്ചറിയുക, റബ്ബ് ജീവിതത്തിൽ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിനെ ഒരു മനുഷ്യന് ഈ ബോധം ഉണ്ടാക്കിയെടുക്കാനും ഇതിനെ ക്ലാരിഫൈ ചെയ്യാനും കൂടുതൽ വ്യക്തത വരുത്താനും കൂടുതൽ ഈമാൻ വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു. അത് ചോദ്യവും മറുപടി എന്നുള്ള രൂപത്തിൽ പോകുന്ന ഗ്രന്ഥമാണ്. ബിമാ അറഫ്ത റബ്ബക് ബി ആയാത്തിഹി വ മഖ്ലൂഖാത്തിഹി, അള്ളാഹുവിൻ്റെ ആയാത്തുകളും അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളും കൊണ്ടാണ് നമുക്ക് റബ്ബിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. അതായത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്ത് എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലും പെടും. ഒന്ന് വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ അതിൽപ്പെടും. രണ്ട് അള്ളാഹു നമുക്ക് പ്രവാചകന്മാരിൽ കാണിച്ച ദൃഷ്ടാന്തങ്ങൾ അതിൽപ്പെടും. അള്ളാഹു ഈ ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങൾ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ പ്രതിഭാസങ്ങൾ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, ഈ പ്രപഞ്ചം ചലിക്കുന്നത്, പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ ഒക്കെയും അതിൽപ്പെടും. വ മഖ്ലൂഖാത്തിഹി തന്നെ രണ്ടാമത്തതിലും അതിൽപ്പെടും, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ. അതിലൂടെയാണ് നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, റബ്ബിനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ രണ്ട് താബഈ പണ്ഡിതന്മാർ വന്നു. അവർ വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചത്, ഉമ്മ, നിങ്ങളും പ്രവാചകനും തമ്മിലുള്ള ജീവിതത്തിൽ നിങ്ങളെ അത്രയേറെ അത്ഭുതപ്പെടുത്തിയ, നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തൊരു കാര്യം നമുക്ക് പറഞ്ഞു തരാൻ കഴിയുമോ എന്ന് ചോദിച്ചാണ് അവർ വന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു സംഭവം അങ്ങനെ എടുത്തുകൊണ്ട് പറഞ്ഞു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ആയിഷ ദരീനി അതഅബ്ബദുൽ ലൈല, ആയിഷ ഇന്ന് ഞാൻ ഉറങ്ങുന്നില്ല, ഇന്ന് ഞാൻ രാത്രി നിസ്കരിക്കാൻ പോകണം, ഇന്ന് രാത്രി കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ എന്നെ നീ വിടണം, എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ ഇബാദത്തിലായി ഇന്ന് രാത്രി മുഴുകി ജീവിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങി, റസൂലുള്ളാഹി നിസ്കരിച്ചു. ആ നിസ്കാരം രാവിലെ ബിലാൽ റളിയല്ലാഹു അൻഹു സുബഹി ബാങ്ക് കൊടുക്കാൻ വരുന്നത് വരെ നീണ്ടു. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്, ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെയും അള്ളാഹു പുറത്തു തന്നാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ അകൂനു അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ എന്ന് ചോദിച്ചു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ഉൻസില അലയ്യ ലൈലത ആയത്തുൻ, ഇന്നലെ രാത്രി എനിക്കൊരു ആയത്ത് അവതരിച്ചു. ആ ആയത്ത് ഇതാണ്, നമുക്കൊക്കെ സുപരിചിതമായ ആയത്തായിരിക്കും, നമുക്ക് ഒരുപാട് കേട്ട ആയത്തായിരിക്കും. സൂറത്തു ആല ഇമ്രാൻ്റെ അവസാന ഭാഗത്തുള്ള ആയത്താണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന ആയത്താണ്. രാത്രി പകൽ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശം ഭൂമി ഇതൊക്കെയും ഇതിൻ്റെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. അഥവാ അള്ളാഹുവിനെ മനസ്സിലാക്കാനും നമ്മുടെ റബ്ബിനെ ശരിക്ക് അറിയാനും നമുക്ക് ഈ ഭൂമി, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, സൃഷ്ടിപ്പ് ഇതൊക്കെയും തന്നെ ധാരാളമാണ് എന്ന് ചുരുക്കം. ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ ലിമൻ ഖറഅഹ, ഈ ആയത്ത് പാരായണം ചെയ്യുന്നവർക്കൊക്കെയും നാശം. ഈ ആയത്ത് പാരായണം ചെയ്യുന്നവർക്കൊക്കെയും നാശം എന്നല്ല, അതിന് ബാക്കിയുണ്ട്. വൈലുൻ ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫീഹ, ഈ ആയത്ത് പാരായണം ചെയ്യുകയും എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് നാശം. ഈ ആയത്ത് പാരായണം ചെയ്തു, ആയത്തൊക്കെ മനസ്സിലായി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയത്തൊക്കെ മനസ്സിലായി, ആയത്തൊക്കെ നമുക്ക് ഹിഫ്ളാണ്, ആയത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്, അതിൻ്റെയൊക്കെ അർത്ഥമൊക്കെ നമ്മൾ പഠിച്ചു, പക്ഷേ ഉള്ളിലേക്ക് അത് ഇറങ്ങിയിട്ടില്ല. ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് നാശം. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആനിലെ കൽപ്പനകൾ, ആയത്തുകൾ
ഖുർആൻ നമ്മളോട് ചിന്തിക്കാൻ പറയുന്ന മേഖലകൾ, അള്ളാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ, അള്ളാഹു ഖുർആനിലൂടെ പരാമർശിക്കുന്ന ഓരോ പാഠങ്ങൾ, ഇതിനൊക്കെയും കുറിച്ച് അത് നമ്മുടെ നാവിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, അതേ സമയം നമ്മുടെ ഹൃദയങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് നമുക്ക് റബ്ബിനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക. എത്രയോ ഉദാഹരണങ്ങൾ നമുക്കതിന് ഹദീസുകളിൽ നിന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ റബ്ബിനെ മനസ്സിലാക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ കലാം മനസ്സിലാകാതെ നമുക്ക് എങ്ങനെയാണ് റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന കുറേ സൂറത്തുകളുണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ, റമദാനാണ്, ഖുർആൻ മുഴുവൻ ഒരു തവണയെങ്കിലും മിനിമം അതിൻ്റെ ആശയമെങ്കിലും, ഓരോ വാക്കിനെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും മൊത്തത്തിലുള്ളൊരു ആശയമെങ്കിലും, ഒരായത്ത് അതിൻ്റെ മൊത്തത്തിലുള്ള ആശയം അങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഒരു തവണയെങ്കിലും അറിയണം എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഇനി അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന അധ്യായങ്ങളെങ്കിലും അതിൻ്റെയൊക്കെ അർത്ഥവും കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്കൊരു നിർബന്ധ ബുദ്ധി നമ്മൾ കാണിക്കണം. ഖുർആൻ പാരായണം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് അവന് നാശം എന്നാണല്ലോ ഈ ആയത്തിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആൻ ഇറക്കിയത് തന്നെ തലയിൽ ആൾതാമസമുള്ള ആളുകൾക്ക്, യതദക്കറ ഉലുൽ അൽബാബ്, തലയിൽ കാമ്പുള്ള, ഉള്ളിൽ എന്തെങ്കിലുമുള്ള, ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകൾക്ക് അവർക്ക് ചിന്തിക്കാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ ഖുർആൻ്റെ അവതരണ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുമുണ്ട്. നമ്മളെല്ലാ ആഴ്ചയും കേൾക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും, എല്ലാ ദിവസവും കേൾക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു യാന്ത്രികമായത് കേൾക്കുന്നു എന്നല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴാണ് ഒരല്പനേരം എന്താണതിലുള്ളത്, നമ്മുടെ എന്ത് ചിന്തയാണ് അതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെച്ചത്? ഇപ്പോൾ ഉദാഹരണമായി നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന സുഹൃത്തുക്കളുണ്ട്, സൂറത്തുൽ അഅല, സൂറത്തുൽ ഖാശിയ. അപ്പോൾ ഈ എല്ലാ വെള്ളിയാഴ്ചയും ജുമാ ദിവസം രാവിലെ സുബഹിക്ക് സൂറത്തുൽ സജ്ദ, സൂറത്തുൽ ഇൻസാൻ. അപ്പോൾ ഇതൊക്കെയും ഓതൽ സുന്നത്തുള്ള സുഹൃത്തുക്കളാണല്ലോ. ഇമാം ഓതൽ സുന്നത്തുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇമാം ഓതൽ സുന്നത്തുള്ള സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ സുഹൃത്തുക്കൾ ഓതിയാനുള്ള, പാരായണം ചെയ്താനുള്ള കൂലി, നിസ്കാരത്തിൽ ഓതുന്നതിൻ്റെ കൂലി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ചെയ്തു, അതൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ ഒരു വശം, മറ്റൊരു വശം. പക്ഷേ അതിന് മറുവശമുണ്ട്. അതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും മുസ്ലിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ ഇമാമിൻ്റെ പുറകിൽ ഈ സൂറത്ത് കേൾക്കണം. അല്ലെ പിന്നെ ഓതാൻ പറഞ്ഞാൽ മതി, ഓരോരുത്തരും സ്വയം ഓതാൻ പറഞ്ഞാലും മതി. ഇത് ഇമാമിനെ നിങ്ങൾ കേൾക്കണം, എല്ലാവരും കേൾക്കണത്. നമ്മൾ ഉച്ചത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിലാണല്ലോ ഇത് ഓതൽ സുന്നത്ത്. സുബഹിക്ക് പിന്നെ ജുമാക്ക് ഓതുണ്ട് സൂറത്തുൽ അഅല, സൂറത്തുൽ ഖാശിയ. ഇത് നമ്മൾ എല്ലാ ആഴ്ചയും കേൾക്കണം. ചുരുങ്ങിയത് സാധാരണ പള്ളികളൊക്കെയും സൂറത്തുൽ അഅലയും സൂറത്തുൽ ഖാശിയും നമ്മൾ കേൾക്കും. ഇതുപോലെ ഒരുപാട് സൂറത്തുകളുണ്ട്. സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ മുൽക്ക്. എല്ലാ രാത്രിയും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ സജ്ദയും മുൽക്കും പാരായണം ചെയ്യാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എല്ലാ ആഴ്ചയും പാരായണം ചെയ്തതിന് മറ്റൊരുപാട് ബെനഫിറ്റുകളുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരുപാട് ശ്രേഷ്ഠതകൾ, ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം, അതൊക്കെ മാറ്റി നിർത്താം നമുക്ക്. അതൊക്കെ നമുക്ക് അറിയാം, സംഗതി അറിയാം, അതൊക്കെ വേറെ. പക്ഷേ ഇതിൻ്റെ മറുവശം, ഇത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന്, ഇതിലുള്ള കണ്ടൻറ്റ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടോ എന്നതാണ് പ്രധാനം. അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് സുന്നത്ത് ആയത്, അള്ളാഹു നിശ്ചയിച്ചത്. അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട് ഇതിലെ കണ്ടൻറ്റ് എല്ലാ ആഴ്ചയും മുസ്ലിങ്ങൾ കേൾക്കണം. മറന്നുപോകും, അവരിങ്ങനെ അത് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരുപാട് ആയത്തുകൾ സൂറത്തുൽ അഅലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ സൂറത്ത് മുഴുവൻ, ഏത് സൂറത്തായിരുന്നാലും ഖുർആൻ ഏതായിരുന്നാലും അതിൻ്റേതായ അർത്ഥഗാംഭീര്യവും ഒരു മനുഷ്യന് കിട്ടുന്ന പാഠങ്ങളുമുണ്ടല്ലോ. പക്ഷേ പ്രധാനപ്പെട്ട ചിലതെങ്കിലും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും എപ്പോഴാണ് സമയം കണ്ടെത്തിയതെന്ന് ചോദ്യമുണ്ട്. സൂറത്തുൽ അഅലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെക്കുറിച്ച്, പ്രവാചകന്മാർക്കൊക്കെയും നൽകിയ പ്രബോധന തത്വത്തെക്കുറിച്ച്, ഒരു മനുഷ്യൻ ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇനി ഒരു മനുഷ്യനുണ്ടായാലും അയാളുടെ ജീവിതത്തിൽ കാണിക്കേണ്ട പ്രയോറിറ്റികളെക്കുറിച്ച്, മുൻഗണനയെക്കുറിച്ച് പറയുന്നുണ്ട്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ. ഈ ദുനിയാവിലെ ജീവിതം, അതിനാണ് നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്, ഈസാറ് ചെയ്യുന്നത്. തുസിറൂൻ എന്ന് പറഞ്ഞാൽ മുൻഗണന കൊടുക്കുക, ഇതിനേക്കാൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് ജുമായ്ക്ക് വരുമ്പോൾ ജുമുഅ എന്ന് പറയുന്നതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. സൂറത്തുൽ ജുമുഅയിൽ തന്നെ അല്ലാഹു പറഞ്ഞു, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. ജുമുഅൻ്റെ ബാങ്ക് കേട്ടാൽ, അതിനുള്ള വിളി കേട്ടാൽ നിങ്ങൾ കച്ചവടമൊക്കെ നിർത്തണം. കച്ചവടം മാത്രമല്ല, എല്ലാം നിർത്തണം, നേരെ പള്ളിയിലേക്ക് വരണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ലാസ്റ്റ് ഫന്തശിറൂ ഫിൽ അർദ്, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോ ബാക്കി കാര്യങ്ങളോ എന്തോ ആവാം. അപ്പോൾ ജീവിതത്തിൽ മറ്റെന്ത് തിരക്കിലായിരുന്നാലും, എത്രയേറെ വലിയ തിരക്കുകളും ജീവിത പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും പിന്നെ ഒരുപാട് കലുഷിതമായ ജീവിതാവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നാലും ജുമാക്ക് ഇവിടെ എത്തണം. ജുമായിൽ മനുഷ്യൻ കേൾക്കുകയാണ്, ഈ ദുനിയാവിലെ ജീവിതത്തിനല്ല മുൻഗണന കൊടുക്കേണ്ടത്. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ.
പരലോകത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതാണ് ഏറ്റവും ഉത്തമം, അതാണ് എന്നും നിലനിൽക്കുന്നത്. ഇതെല്ലാ ആഴ്ചയും കേൾക്കുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർത്തിയില്ല. അള്ളാഹു പറഞ്ഞു, ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല. ഇത് ഖുർആനിലൂടെ മാത്രം മുസ്ലിം സമൂഹത്തിന് മാത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് മാത്രം അള്ളാഹു കൊടുത്തൊരു പ്രത്യേക ഒരു പ്രബോധന തത്വമൊന്നുമല്ല, പ്രത്യേക ഒരായത്തൊന്നുമല്ല. നേരെ മറിച്ച് ഈ ബോധം എല്ലാവർക്കും ഉണ്ടാകേണ്ട ബോധമാണ്. മാനവരാശിക്ക് മൊത്തം ഉണ്ടാവേണ്ട ബോധമാണ്. ഈ ദുനിയാവല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, നാളെ പരലോകത്ത് ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അത് ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല. ഇത് ഖുർആനിൽ മാത്രമുള്ളതല്ല, തീർച്ചയായും ഇത് പൂർവ്വകാല പ്രവാചകന്മാരുടെ, ആദ്യകാല പ്രവാചകന്മാരുടെ സുഹുഫുകളിൽ, ഏടുകളിൽ ഈ തത്വം അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുഹുഫ്, ഏടുകൾ. ഒരുപാട് പ്രവാചകന്മാർക്ക് ഗ്രന്ഥങ്ങൾക്ക് പുറമെ ഏടുകൾ ലഭിച്ചിട്ടുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാമക്ക് തൗറാത്ത് ലഭിച്ചിട്ടുണ്ട്, അതോടൊപ്പം ഏടുകളുണ്ട്. സുഹുഫി ഇബ്രാഹിം അവ മൂസ, ഉദാഹരണമായി ഇബ്രാഹിമിൻ്റെയും മൂസയുടെയും അലൈഹിം സ്വലാത്തു വസ്സലാമയുടെയൊക്കെ ഏടുകളിൽ ഇതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാത്രമല്ല, മനുഷ്യന്മാർ മൊത്തം, മുൻകാല സമൂഹങ്ങളും പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു കൊടുത്ത, അവരോടൊക്കെ ജനങ്ങളോട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അവരുടെ ഏടുകൾ ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട സംഗതിയാണ്. സൂറത്തുൽ ഗാശിയ നരകത്തെക്കുറിച്ച് പറയുന്നു, സ്വർഗത്തെക്കുറിച്ച് പറയുന്നു. ഗാശിയ ഇങ്ങനെ വരുന്നു. ഇതിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ചും അള്ളാഹു നമുക്ക് ചുറ്റും സംവിധാനിച്ച പ്രതിഭാസങ്ങളെക്കുറിച്ചും ഒരു മനുഷ്യൻ ആലോചിച്ച് അതിലൂടെ റബ്ബിനെ മനസ്സിലാക്കുക എന്നുള്ളത് സൂറത്തുൽ ഗാശിയയിൽ എല്ലാ ആഴ്ചയും പറയുന്നുണ്ട്. അഫലാ യൻദുറൂന ഇല ഇബിലി കൈഫ ഖുലിഖത്. ഒട്ടകം, അതിൻ്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണെന്ന് അവരെന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കാത്തത്, നോക്കാത്തത് എന്താണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഖുർആനിൻ്റെ ഈ ആഹ്വാനം, റബ്ബിനെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ തിരിച്ചറിയുക, ജീവിതത്തിൽ ഉൾക്കൊള്ളുക, വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകളിലൂടെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു സൂവിൽ പോയാൽ നമ്മൾ വളരെ കൗതുകത്തോടു കൂടി അവിടെയുള്ള സീബ്രയും ജിറാഫിനെയും, ഇപ്പോൾ പെറ്റ്സ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടകങ്ങളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഖുർആനിൻ്റെ ആഹ്വാനം അനുസരിച്ച് ഇന്ന് വരെ ഞാനും നിങ്ങളും, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഓരോ ഒട്ടകത്തെങ്കിലും നോക്കിയത്? വഇലൽ ജിബാലി കൈഫ നുസിബത്ത്. വയനാടോ മൂന്നാറിലോ പോകുമ്പോൾ നമുക്ക് നല്ല മലനിരകൾ കാണാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ്. മനുഷ്യന്മാരാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് തെറ്റോ കുറ്റമൊന്നുമല്ല, അത് നല്ല സംഗതിയാണ്. പക്ഷേ റബ്ബിനെ മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനും ശ്രമിച്ചത്? പർവ്വതങ്ങൾ എങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടത് എന്താണ് അവർ നോക്കാത്തത്? വഇലൽ അർദി കൈഫ സുത്തിഹത്. ഭൂമി എങ്ങനെയാണ് ഇങ്ങനെ പരത്തപ്പെട്ടത് എന്ന്. വഇലസ് സമാഇ കൈഫ റുഫിഅത്. ആകാശം എങ്ങനെയാണ്. ഒരു ഹെലികോപ്റ്റർ പോയാലും 50 വയസ്സ് 60 വയസ്സുള്ള ആൾക്കാരായാലും പോയി നമ്മളൊക്കെ എപ്പോഴും നോക്കും. എയറോപ്ലെയിൻ പോകുമ്പോഴും ഇങ്ങനെ എന്താ സംഗതി എന്നുള്ള, അത് മനുഷ്യൻ്റെ ഒരു കൗതുകമാണ്. കളിയാക്കി സാധാരണ പറയാറുണ്ടല്ലോ, ഇന്ത്യക്കാർ റോക്കറ്റ് വരെ വിട്ടു, പക്ഷേ എന്നാലും ഇപ്പോഴും വിമാനം പോകുമ്പോൾ ഇങ്ങനെ നോക്കും, എല്ലാവരും നോക്കും. പക്ഷേ ആ വിമാനത്തിനപ്പുറത്തുള്ള ആകാശത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, എന്താ അവർ ആകാശത്തേക്ക് നോക്കാത്തത്, എങ്ങനെയാണത് ഉയർത്തപ്പെട്ടിരിക്കുന്നത്? അള്ളാഹു പറയുന്നത് എന്താണ് അവർ നോക്കാത്തത്? ആ ആഹ്വാനം അനുസരിച്ച് നോക്കാൻ എനിക്കും നിങ്ങൾക്കും എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം എല്ലാ ആഴ്ചയും ഇങ്ങനെ നമ്മളോടിങ്ങനെ ആവർത്തിച്ച് ചോദിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഖുർആനിക വചനങ്ങൾ അള്ളാഹുവിനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നത് എന്ന്, ഖുർആനിലൂടെ, അള്ളാഹുവിൻ്റെ കലാമിലൂടെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പ്രായോഗികമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ, എല്ലാ ദിവസമുള്ള നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് എന്നതൊക്കെ പല രൂപത്തിൽ നമുക്കറിയാം. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. നമുക്ക് റബ്ബ് ആരാണെന്നൊക്കെ അറിയാം. പക്ഷേ അത് നമ്മുടെ ഉള്ളിലേക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം, റബ്ബ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, റബ്ബിനെ അറിയുക എന്ന് പറയുമ്പോൾ അത് ശരിക്ക് പ്രവേശിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നതാണ്. ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ, ഖുർആൻ മുഴുവൻ, ദീൻ മുഴുവൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലാണല്ലോ. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സംഗതികളൊക്കെയും അത് ശ്രേഷ്ഠമാവാനുള്ള കാരണങ്ങളിലൊന്ന് അത് അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ്. ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അതിശ്രേഷ്ഠമായ വചനമാണ്. ആയത്തുൽ കുർസി മുഴുവൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ മാത്രമാണ്. റബ്ബിനെ അറിയുക, അള്ളാഹുവിനെ അറിയുക. ഖുർആനിലെ ഏറ്റവും അതിശ്രേഷ്ഠമായ സൂറത്തുൽ ഫാത്തിഹയാണല്ലോ. സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ പകുതി മുഴുവൻ റബ്ബിനെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലാണ്. രണ്ടാം പകുതി അങ്ങനെ പരിചയപ്പെടുത്തേണ്ട റബ്ബിന് നമുക്കെന്താണ് ആവശ്യമുള്ളത് റബ്ബിനോട് ചോദിക്കലാണ്. മനുഷ്യന്മാർക്ക് ആവശ്യമുള്ളതാണ് ആദ്യത്തെ പകുതി, രണ്ടാമത്തെ പകുതി. ഖുർആൻ്റെ 4/1 പാരായണം ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് പറയപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ്, വളരെ ചെറിയ സൂറത്താണെങ്കിലും ഖുർആൻ്റെ അത്രയേറെ വലിയ പ്രതിഫലം. ആ സൂറത്ത് മുഴുവൻ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, അല്ലാഹു സമദാണ്, പരാശ്രയമുക്തനാണ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, മുഴുവൻ റബ്ബിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലാണ്. അപ്പോൾ ഖുർആൻ മുഴുവൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലാണ് എന്ന് നമുക്കറിയാം.
അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായതൊക്കെയും അള്ളാഹുവിനെ നമുക്കറിയാൻ വേണ്ടി, റബ്ബ് ആരാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച പരിചയപ്പെടുത്തലുകൾ, അധ്യായങ്ങൾ, ആയത്തുകൾ, സൂറത്തുകൾ ഒക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ കൂടി പ്രതിഫലിക്കുമ്പോഴാണ് നമുക്ക് റബ്ബിനെ അറിഞ്ഞ മനുഷ്യനായി ജീവിക്കാൻ കഴിയുക. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നോ ഇല്ല. നമ്മളൊക്കെ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഖുർആനൊക്കെ കൽപ്പനകൾ ജീവിതത്തിൽ ശരിക്കും പ്രാവർത്തികമാക്കാൻ കഴിയുന്നുമില്ല. പ്രമാണങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹുവിൻ്റെ വഹ്യ്, വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, അത് എന്തു പറയുന്നു അവിടെ അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും മനുഷ്യന്മാർക്ക് കഴിയുന്നില്ല. മുസ്ലിമാണ് എന്ന് പറഞ്ഞാലും, ഒരുപക്ഷെ അഹ്ലുസുന്ന വൽ ജമാഅയിൽ പെട്ടു എന്ന് വളരെ ആവേശത്തോടു കൂടി പറഞ്ഞാലും, നമുക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാലും ശരി, പലപ്പോഴും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ പലതുമായി അത് യോജിക്കുന്നില്ല എന്നതുകൊണ്ട് ജീവിതത്തിൽ പുലർത്താനൊരു മടി, അല്ലെങ്കിൽ കാലഘട്ടത്തിന് യോജിക്കുന്നില്ല എന്നതുകൊണ്ട് അത് സംഗതിയൊക്കെ ശരിയാണ്, എല്ലാം മനസ്സിലായി. പക്ഷേ ഈ സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും ഈ ഇങ്ങനെ നമ്മളെ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ഒന്നും അതൊന്നും നടപ്പാക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൻ്റെ ഒക്കെ ഒരു സാഹചര്യം അറിയാലോ, സാഹചര്യങ്ങളും ഇതൊക്കെ പരിഗണിക്കണം. പക്ഷേ അള്ളാഹുവിൻ്റെ ഇത് നടപ്പാക്കുന്ന രംഗത്ത് പലപ്പോഴും നമുക്ക് വീഴ്ചകൾ വരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അത്രയേറെ പരുഷ സ്വഭാവിയായിരുന്ന ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലൊരു ചരിത്രം കാണാം. ഉയൈനത്ത് ഇബ്നു ഹിസ്ൻ എന്ന് പറയുന്ന മറ്റൊരു സ്വഹാബി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു മനുഷ്യനെയും കൊണ്ട് ഉമർ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തി. ഖലീഫയായിരിക്കും സന്ദർഭം. ഉമർ റളിയല്ലാഹുവിൻ്റെ പരുഷമായ ഇടപെടലും അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തിയും ഒക്കെ പ്രസിദ്ധമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും, നിങ്ങൾക്ക് ഉമർ അള്ളാഹിൻ്റെ മുമ്പിൽ നല്ല സ്ഥാനവും പരിചയമൊക്കെ ഉണ്ടല്ലോ, എന്നെയും കൂടി കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ ഒരു ബന്ധു ഉയൈനത്ത് ഇബ്നു ഹിസ്ൻ റളിയല്ലാഹുവിൻ്റെ കൂടെ ഉമർ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നത്. ഇയാൾ അകത്ത് കയറി ഇയാൾ ഉമർ അള്ളാഹിനെ കുറിച്ച് ഫുൾ മോശമാണ് സംസാരിക്കുന്നത്. ഉമർ അള്ളാഹിൻ്റെ മുമ്പിൽ വെച്ച് പലതും അങ്ങോട്ടും കൂടെ ഒരു മര്യാദയില്ലാതെ സംസാരിക്കുക. അപ്പോൾ കൊണ്ടുവന്ന ഉയൈന റളിയല്ലാഹുവിനെ ആകെ സ്വയം ഒരു ജാള്യത, ഈ മനുഷ്യനെ കൊണ്ടുവന്നും പോയി ഇയാളാണെങ്കിൽ ഉമർ അള്ളാഹുവിനെ ആകെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഉമർ എന്ന് പറയുന്ന അധികാരമുള്ള അന്നത്തെ ഇസ്ലാമിൻ്റെ ഖലീഫയാണല്ലോ അദ്ദേഹം. അതുമാത്രമല്ല, സ്വതവേ പരുഷ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തണുപ്പിക്കാൻ ഈ അവസ്ഥയിൽ കാരണം ഈ മനുഷ്യൻ്റെ ഇങ്ങനത്തെ പോക്ക് കണ്ടാൽ, ഇയാളുടെ സംസാരം കണ്ടാൽ ഉമർ അള്ളാഹ് എന്തെങ്കിലുമൊക്കെ അയാൾ ചെയ്യും, എന്തെങ്കിലും ഒരു ശിക്ഷ വിധിക്കാൻ ഇടയുണ്ട്. അപ്പോൾ ഉമർ എന്ന മനുഷ്യനെ തണുപ്പിക്കാൻ ഉയൈന റളിയല്ലാഹുവിന് മനസ്സിലായി എന്ത് കൊടുത്താലാണ് ഉമർ അള്ളാഹിന് എവിടെയാണ് പിടിക്കേണ്ടത്, എവിടെയാണ് അദ്ദേഹത്തിൻ്റെ താക്കോൽ, അത് തിരിച്ചാൽ മതി, സംഗതി ഓക്കെ ആയിക്കോളും. അതിന് അവരൊക്കെ കണ്ടത്, ഏത് സ്വഹാബിയുടെ ജീവിതത്തിൽ അവരൊക്കെ കണ്ടത് ഖുർആനായിരുന്നു. ഖുർആൻ ഓതി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. പ്രമാണങ്ങളിൽ ഇതാണ് വന്നത്. അള്ളാഹുവിനെ അറിഞ്ഞ മനുഷ്യന്മാർക്ക് അത് മതി എന്നുള്ളതാണ്. അള്ളാഹുവിനെ ശരിക്കും ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ അള്ളാഹുവിൻ്റെ വഹീൻ്റെ ഏത് സംഗതിയും അവരുടെ ജീവിതത്തിൽ ആ നിലക്ക് വർക്ക് ചെയ്യും. അദ്ദേഹം ആയത്ത് പറഞ്ഞു, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഉമർ അള്ളാഹു ഖലീഫ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ എന്താണ്? ഖുദിൽ അഫ്വ, ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക. വഅരിദ് അനിൽ ജാഹിലീൻ. പിന്നെ കുറേ ജാഹിലീങ്ങളുണ്ടാവും, വിഡ്ഢികളുണ്ടാവും, എന്താണ് എവിടെയാണ് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്ത ആളുകൾ. അവർ അങ്ങോട്ട് ചെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അവരങ്ങനെ വിട്ടേക്കുക, അതാണ് നല്ലത്. അവരിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുന്നതാണ് വേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഉമർ അള്ളാഹു പിന്നെ അയാളൊന്നും ചെയ്തില്ല. ആ സംഭവത്തിന് അവസാനം കാണാം, അദ്ദേഹത്തിന് ഉയൈന റളിയല്ലാഹു പറഞ്ഞു, വക്കാന വഖാഫൻ ഇൻദ കിതാബില്ലാ. അള്ളാഹുവിൻ്റെ കിതാബ് എന്തു പറഞ്ഞോ, അള്ളാഹു എന്തു പറഞ്ഞോ അവിടെ നിൽക്കണമായിരുന്നു ഉമർ എന്ന മനുഷ്യനെ അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേറൊന്നും വേണ്ട, വേറെ അതിനേക്കാൾ വലിയ ആളുകളൊന്നും പറയുക, അങ്ങനെ വേറെ എന്തെങ്കിലും ചർച്ചകളൊന്നും വേണ്ട. അള്ളാഹുവിൻ്റെ ഒരു ആയത്ത് ധാരാളമായിരുന്നു, വഖാഫൻ ഇൻദ കിതാബില്ലാ എന്ന് അദ്ദേഹം പറയുന്നത് കാണാം. അപ്പോൾ ഖുർആൻ, ഹദീസുകൾ, ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആ നിലക്ക് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ റബ്ബിനെ ശരിക്കും അറിഞ്ഞ മനുഷ്യനായി മാറുന്നത്. അള്ളാഹുവിനെ അറിഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ല, മറ്റാരുമില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചു എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്ന കുറേ കാര്യങ്ങൾ, ഖുർആനും ഹദീസും പറഞ്ഞ കുറേ കാര്യങ്ങൾ, അതൊന്നും എൻ്റെ ജീവിതത്തിൽ അത് പറ്റില്ല. കുറച്ചൊക്കെ പറ്റും, കുറച്ച് പറ്റില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ റബ്ബിനെ അറിഞ്ഞിട്ടില്ല, നമ്മൾ റസൂലിനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ അത് തന്നെ ധാരാളമാണ്. അള്ളാഹുവിനെ അറിയാൻ സഹായിക്കുന്ന വിശുദ്ധ ഖുർആൻ, തിരു ഹദീസുകൾ, അള്ളാഹുവിൻ്റെ അസ്മാഉകൾ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, ഇതൊക്കെ പഠിക്കുന്നതിലൂടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവും ബോധ്യവും കൂടുതൽ മെച്ചപ്പെടുത്താൻ, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ, ഈ പറഞ്ഞ ബോധമൊക്കെ ആഴത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ കഴിയും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് തീരെ പഠിക്കേണ്ടെന്നല്ല, പഠിക്കുന്നതിലൂടെയാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. പക്ഷേ ഫുൾ പഠിച്ചു ഒന്നും ജീവിതത്തിലില്ല, ഉള്ളിലേക്ക് അത് കയറിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് സൂചിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ഓരോ അസ്മാകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, അള്ളാഹുവിന് ഓരോരോ പേരുകളുണ്ട്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു അത്യധികമായി പാപങ്ങൾ പൊറുക്കുന്നവനാണ്.
ഗഫാറാണ്, ഗാഫിറാണ്. സമാനമായി തന്നെ ഉമറുല്ലാഹിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സ്ഥിരമായി സന്ദർശിച്ചിരുന്ന ഷാമുകാരനായ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് അയാൾ കാണുന്നില്ല. അപ്പോൾ ഉമറുല്ലാഹിനെ പറഞ്ഞു, ഇയാൾ അവിടെ പോയി? അപ്പോൾ കൂടുതൽ ആളുകൾ പറഞ്ഞു, അയാളിപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, അയാളിപ്പോൾ ആകെ കള്ളുകൂടിയായി ഇങ്ങനെ ജീവിതം കഴിക്കുകയാണ്. അയാൾ ആദ്യം ഒരു ഉമറുല്ലാഹിനൊക്കെ അടുത്ത് വരുന്ന നല്ലൊരു കച്ചവടക്കാരനായിരുന്നു. ഇപ്പോൾ അയാൾ ആകെ മദ്യപാനമൊക്കെ ആയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഉമറുല്ലാഹിന് അയാൾക്കൊരു കത്തെഴുതി. ഷാമിലുള്ള അയാൾക്ക് ഉമറുല്ലാഹിന് ഒരു കത്തെഴുതി. ആ കത്തിൻ്റെ തുടക്കത്തിൽ സൂറത്ത് ഗാഫിർ, സൂറത്ത് മുഅ്മിൻ എന്നും സൂറത്ത് ഗാഫിർ എന്നും അതിന് പേരുണ്ട്. സൂറത്ത് ഗാഫിറിലെ ആദ്യത്തെ വാചകങ്ങളാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. റബ്ബിനെ പരിചയപ്പെടുത്തുന്ന വാചകങ്ങളാണ്, അള്ളാഹുവിൻ്റെ അസ്മാകളെക്കുറിച്ച് പറയുന്ന വാചകങ്ങളാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹു പറയുന്നത് ഗാഫിരി ദംബി, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. വഖാബിലി തൗബി, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. അതേസമയം അള്ളാഹു ഷദീദിൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നു. പിടിക്കാൻ വിചാരിച്ചാൽ അള്ളാഹു പിടിക്കുന്നവനും ശിക്ഷിക്കുന്നവനാണ്. ദി തൗൽ, അതിന് അധികാരമുള്ളവനാണ് റബ്ബ്. ശിക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ, കഠിനമായി ശിക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ തൗലുള്ളവനാണ്, അതിനു മാത്രം അധികാരവും പവറും ഉള്ളവനാണ് റബ്ബ്. ഇത് വെച്ചിട്ടാണ് ഉമറുല്ലാഹി കത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ ഹംദ് ചെയ്തുള്ളൂ, അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ഇത് ഉൾപ്പെടുത്തിയാണ് ഇത്. ചരിത്രത്തിൽ കാണാം, ആ മനുഷ്യന് ഈ ആയത്തുകൾ, ഈ കത്തിങ്ങനെ ആവർത്തിച്ച് വായിച്ച് അദ്ദേഹം കരഞ്ഞതാണ്. എന്നിട്ട് അയാൾ മാറിയപ്പോൾ, അയാൾ അത് ഉപേക്ഷിച്ചപ്പോൾ ഉമറുല്ലാഹി ആ വാർത്ത എത്തിയപ്പോൾ ഉമറുല്ലാഹി കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ നല്ല നിലക്ക് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അയാൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയി, അയാൾ എന്തെങ്കിലും ഒരു തിന്മയിൽ അകപ്പെട്ടു പോയി, എന്തെങ്കിലും ജീവിതത്തിൽ തെറ്റുകളിൽ അകപ്പെട്ടു പോയി എന്ന് കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അഥവാ അയാളെ ഉമറുല്ലാഹി പ്രയോഗിച്ച വാചകം വലാ തകൂനു അഅ്വാനൻ ലിശൈത്വാനി അലൈഹി, അയാളുടെ മേൽ നിങ്ങൾ വീണ്ടും പിശാചിൻ്റെ സഹായികളാകരുത്. അഥവാ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ വീണ്ടും അയാൾ നീ ഫുള്ള് പോയി, ഏതായാലും ഇനി കുളിച്ച് കയറിയാൽ മതി, ഇനി എല്ലാം കഴിഞ്ഞു, ഇനി പറിച്ചൊന്നും പുറത്തു തരില്ല, ഇനി ഫുള്ള് അങ്ങനെയല്ല. അയാളെ തിരിച്ച് അത് പിന്നെയും അയാളുടെ മേൽ പിശാചിനെ സഹായിക്കലാണ്, പിന്നെയും അയാൾ തിന്മയിലേക്ക് പോകാനാണ് അത് കാരണമാകുന്നത്. നന്മയിലേക്ക് കൈപിടിച്ച് ഉയർത്താനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമറുല്ലാഹിന് അറിയാം, അയാളെ പരിചയമുള്ള ആളാണല്ലോ ഉമറുല്ലാഹി. അള്ളാഹുവിൻ്റെ വാചകങ്ങൾ ആ മനുഷ്യനിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അള്ളാഹുവിനെ അറിയുന്ന ആളുകൾക്ക് ആ വാചകങ്ങൾ മാറ്റം വരുത്തുമെന്നതിനെക്കുറിച്ച് ശരിയായി ഉമറുല്ലാഹി മനസ്സിലാക്കി, അത് പരീക്ഷിച്ച് നോക്കി, അത് വിജയിക്കുകയും ചെയ്തു. ഖുർആനിൽ പറഞ്ഞതുപോലെ വൈദാ ദുക്കിറ അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടാൽ, അതുപോലെ വൈദാ തുലിയത് അലൈഹിം ആയാത്തുഹു, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഓതപ്പെട്ടാൽ സാദത്തുഹും ഈമാനൻ, മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടാവുക. ഈമാൻ കുറഞ്ഞു പോകുമ്പോൾ, നമ്മൾ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമ് വേണം. അള്ളാഹുവിനെ ശരിക്കും അറിഞ്ഞ മനുഷ്യന്മാർക്കാണ് അത് വർക്ക് ചെയ്യുക. അള്ളാഹുവിനെ തന്നെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്തൊരു മനുഷ്യന് അയാളുടെ ഹൃദയം എന്തായാലും പൂട്ടിടപ്പെട്ടതായിരിക്കുമല്ലോ, പിന്നെ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ റബ്ബിനെ മനസ്സിലാക്കാൻ, റബ്ബിനെ ആഴത്തിൽ അറിയാൻ ഖുർആൻ നമുക്ക് ഉപയോഗിക്കാം. ഖുർആനുമായുള്ള ബന്ധം അത് നമ്മെ ഏറ്റവും നന്നായി സഹായിക്കുന്ന ഒന്നായി തീരും. അള്ളാഹുവിനെക്കുറിച്ച് തന്നെ അറിവുകൾ നേടിയെടുക്കുക. അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, മുഹമ്മദ് റസൂലുള്ളാഹ് അതിൻ്റെ ഷർത്തുകൾ, അത് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മളെപ്പോഴും നിസ്കാരം, ഒരു നോമ്പ് വരുമ്പോൾ റമദാനുമായി ബന്ധപ്പെടുത്തി പറയണം, നമ്മൾ നോമ്പിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. ഇത് ചെയ്താൽ ഇനി അഥവാ നോമ്പ് മുറിയോ? നല്ലതാണത്. കാരണം നമുക്കൊരു പേടിയുണ്ട്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് എടുക്കുന്ന ഈ ഒരു നോമ്പ് എന്തെങ്കിലും നമ്മുടെ കൈവശം വരുന്ന എന്തെങ്കിലും അബദ്ധങ്ങൾ കൊണ്ട് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ നോമ്പ് മുറിഞ്ഞു പോകാതിരിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നു. ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ എന്ന് നമ്മൾ ഉസ്താദുമാരുടെ സംശയങ്ങൾ ചോദിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇതുപോലെ നമ്മുടെ വിശ്വാസത്തിന് പ്രശ്നമുണ്ടാക്കുന്ന, നമ്മുടെ ഹൃദയത്തിന് സാരമായ ചില രോഗങ്ങൾ പടർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇതിനേക്കാൾ ഒന്നാമതായി അത് പഠിക്കണം. അള്ളാഹുവിനെക്കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് ആദർശം എന്നതിനെക്കുറിച്ച്, റബ്ബിനെ എങ്ങനെയാണ് ശരിക്കും അറിയുക എന്നതിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ അസ്മാകളെക്കുറിച്ച്, സിഫാത്തുകളെക്കുറിച്ച് ഒക്കെ ആഴത്തിൽ നമ്മൾ പഠിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമാക്കിയ രീതി കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നല്ല ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയും. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, അന അത്ഖാക്കും വ അഅലമുക്കും ബില്ലാഹി, ഇന്ന അത്ഖാക്കും വ അഅലമക്കും ബില്ലാഹി അന. നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നതും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നതും എനിക്കാണ്. സ്വാഭാവികമാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ വലുതായി അള്ളാഹുവിനെ അറിയാൻ ഒരാൾക്ക് കഴിയില്ല. അപ്പോൾ അള്ളാഹുവിനെ അറിയുന്നതിൻ്റെ അടുത്തൊരു പടി കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിനെ നമുക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്, പരമാവധി നമ്മൾ പഠിക്കുന്നു. അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ച് കാണിച്ചു തന്നോ, എന്തൊക്കെ റബ്ബിനെക്കുറിച്ച് പറഞ്ഞു തന്നോ, എന്തൊക്കെ ദീനായി പഠിപ്പിച്ചു തന്നോ, അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും അള്ളാഹുവിനെ അറിഞ്ഞവരായി മാറുന്നത്. അള്ളാഹുവിനെ അറിഞ്ഞവരായി മാറണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് ദീനിനെ കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവണം.
ചില ഏരിയകൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി നമ്മുടെ ജീവിതകാലത്ത് തന്നെ ഒരു സംഭവം കാണാം. അബൂ ദർദാ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചെന്ന സന്ദർഭം, അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് ശേഷം പിന്നെ സാഹോദര്യബന്ധം, ഇസ്ലാമിൽ സാഹോദര്യബന്ധം സ്ഥാപിച്ച പ്രവാചകൻ നിശ്ചയിച്ചു കൊടുത്ത ആളുകളാണ് അബൂ ദർദാവും സൽമാൻ. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മു ദർദാ, അബൂ ദർദാ തൻ്റെ ഭാര്യ ഉമ്മു ദർദാ, അവർ വളരെ മുഷിഞ്ഞ കീറിപ്പറഞ്ഞ വേഷത്തിലാണ് അവരെ കാണുന്നത്. ചോദിച്ചു, മാഷ എന്നുക്കി, എന്താണ്, എന്തുപറ്റി, നിങ്ങളെന്താണ് ഇങ്ങനൊരു വേഷത്തിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഭർത്താവ് അവിടെ ഇല്ല, അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. അപ്പോൾ അവർ മറുപടി പറഞ്ഞത്, അഖൂക അബൂ ദർദാ ലൈസ ലഹു ഹാജത്തുൻ ഫിദ്ദുനിയ, നിങ്ങളെ കൂട്ടുകാരൻ അബൂ ദർദായിന്, സഹോദരൻ അബൂ ദർദായിന് ദുനിയാവിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ സദ്യം മറ്റു കാര്യങ്ങൾ, ഫുൾ ഇബാദത്ത് അങ്ങനത്തെ കാര്യങ്ങളിലാണ്. ഞാനീ പറയുന്നത് ദീനും ദുനിയാവും എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു പഠിപ്പിച്ച രൂപമാണ്. അള്ളാഹുവിനെ അറിഞ്ഞു മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ എല്ലാ മേഖലകളിലും നന്നാവാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമാണ്. ഒരു മേഖലയിൽ മാത്രമല്ല, റബ്ബിനെ അറിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ നിസ്കാരവും നോമ്പും സക്കാത്തും അതൊക്കെ ഏറ്റവും ഒന്നാമതായി നന്നാവേണ്ട കാര്യങ്ങളാണ്. അത് മാത്രമല്ല, അയാളുടെ എല്ലാം നന്നാവും. അയാളുടെ ഭാര്യമാരുള്ള ഇടപാടുകളും ഭർത്താക്കന്മാരുള്ള ഇടപാടുകളും മക്കളോടുള്ള ഇടപാടുകളും എല്ലാത്തിലും ആ ഖൈറും ബർക്കത്തും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നല്ല രൂപത്തിൽ ഇടപെടാൻ കഴിയും. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു മനസ്സിലായി എന്താണ് വീട്ടിലെ അവസ്ഥ. അങ്ങനെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു വന്നു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അന്നത്തെ അദ്ദേഹം ചെയ്തിരുന്നത് എല്ലാ ദിവസവും അദ്ദേഹത്തിന് സുന്നത്ത് നോമ്പായിരുന്നു. എല്ലാ ദിവസവും വിടാതെ നോമ്പെടുക്കുക, രാത്രി മുഴുവൻ നിസ്കരിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പതിവ്. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ ഇല്ലല്ലോ. ഇസ്ലാമിൽ എല്ലാ ദിവസവും നോമ്പെടുക്കാൻ പാടില്ല. എല്ലാ ദിവസവും നോമ്പെടുക്കുന്നത് ഹറാമാണ്. കാരണം വർഷം മുഴുവൻ നോമ്പെടുത്ത് കഴിഞ്ഞാൽ നോമ്പ് ഹറാമായ പെരുന്നാൾ പോലുള്ള ദിവസങ്ങൾ വരും. അന്ന് ദിവസം നോമ്പെടുക്കുന്നത് ഹറാമാണല്ലോ. ഏറ്റവും അഫ്ദൽ, ഏറ്റവും അതിശ്രേഷ്ഠമായ നോമ്പ് എന്ന് പോലും വന്ന് ചോദിച്ച് ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ച സ്വഹാബിയോട് പോലും അവസാനം റസൂൽ പറഞ്ഞത് ദാവൂദ് നബിയുടെ നോമ്പാണ് ഏറ്റവും അഫ്ദലായ നോമ്പ്. അതേത് നോമ്പ്? ഒരു ദിവസം നോമ്പ്, പിറ്റേ ദിവസം ഇല്ല, അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പ്, അതാണ് ഏറ്റവും അഫ്ദൽ എന്ന് പോലും റസൂൽ പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാ ദിവസവും നോമ്പെടുക്കുക എന്നുള്ള സംഗതി ഇല്ല. രാത്രി മുഴുവൻ നിസ്കരിക്കുക ഇല്ല. റസൂലുള്ളാഹി നമ്മുടെ വീട്ടിൽ വന്ന് പ്രവാചകൻ്റെ ഇബാദത്തുകൾ ചോദിച്ചിട്ട് കുറഞ്ഞുപോയി എന്ന് തോന്നിയ 3 സ്വഹാബിമാരുടെ സംഭവം ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഉറങ്ങും, ഞാൻ നിസ്കരിക്കും, ഞാൻ പിന്നെ രാത്രി അള്ളാഹുവിന് വേണ്ടി ഒരു സമയം നീക്കി വെക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉറക്കത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ഒക്കെ സമയം നീക്കി വെക്കും. അപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അന്ന് അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. വന്നു, ഭക്ഷണം ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവന്ന് ചോദിച്ചു, നിങ്ങളും കഴിക്കണം, എങ്കിലേ ഞാൻ കഴിക്കൂ. അപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, എനിക്ക് നോമ്പാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ അക്കുലു ഹത്താ തഅകുൽ, നിങ്ങൾ കഴിക്കുന്നവരെ, നിങ്ങൾ നോമ്പ് മുറിച്ച് എൻ്റെ കൂടെ ഈ ഭക്ഷണം കഴിക്കുന്നവരെ ഞാൻ ഇത് കഴിക്കൂല. അവസാനം നിർബന്ധിച്ചെന്ത്, സ്വന്തം സഹോദരനാണ്, റസൂൽ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്ത ആളാണ്, അത്രയേറെ ബന്ധമുള്ള ആളാണ്, അതിഥിയാണ്, നോമ്പ് മുറിച്ചു, കൂടെ ഭക്ഷണം കഴിപ്പിച്ചു സൽമാൻ റളിയല്ലാഹു അൻഹു. രാത്രി അന്നവിടെ കിടക്കാൻ തീരുമാനിച്ചു. രാത്രി കിടക്കുമ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു എല്ലാം റെഡിയാക്കി, നിങ്ങൾ കിടന്നോളി, നിങ്ങളവിടെ പോകണം, ഞാൻ നിസ്കരിക്കാൻ പോവാണ്. അല്ല, കുറച്ച് നേരം ഉറങ്ങണം. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവോട് സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഉറങ്ങണം, നിങ്ങൾ ഉറങ്ങണം. ഉറങ്ങി. ഇടയ്ക്ക് വീണ്ടും എഴുന്നേൽക്കുമ്പോൾ ഇനിയും കുറച്ച് നേരം ഉറങ്ങാം. എന്നിട്ട് തഹജ്ജുദിൻ്റെ സമയം, നമ്മുടെ ഖിയാമുൽ ലൈൽ സഹറിൻ്റെ സമയമുണ്ടല്ലോ, അത്താഴം കഴിക്കുന്ന സമയം, ഏറ്റവും അഫ്ദലായ രാത്രി നിസ്കാരത്തിന് ഏറ്റവും അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറയുന്ന ആ സമയമായപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് അബൂ ദർദാ കൂടി വിളിച്ചു, ഇനി നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും നിസ്കരിച്ചു എന്ന് ഹദീസിൽ കാണാം. എന്നിട്ട് പോകുന്നതിന് മുൻപ് സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ദർദാ, ഇന്ന ലി റബ്ബിക അലൈക ഹഖൻ, നിനക്ക് തീർച്ചയായും നിന്റെ റബ്ബിനോട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഹക്കുകളുണ്ട്, റബ്ബിന് കൊടുക്കേണ്ട അവകാശങ്ങളുണ്ട്, അള്ളാഹുവിനോട് നീ പാലിക്കേണ്ട ബാധ്യതകളും കടമകളുമുണ്ട്. പക്ഷെ അത് മാത്രമല്ല, വലി നഫ്സിക അലൈക ഹഖൻ, അള്ളാഹു തന്നെ പഠിപ്പിച്ച വേറെ കുറേ ഹക്കുകളുണ്ട്. അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹണത്തിൽപ്പെട്ടതാണ് അള്ളാഹു പഠിപ്പിച്ച കുറേ ആൾക്കാരുടെ ബാധ്യതകൾ നിർവഹിക്കുക എന്നത്. നിൻ്റെ സ്വന്തം ശരീരത്തോട് നിനക്ക് ഹക്കുകളുണ്ട്, ബാധ്യതകളുണ്ട്. നിൻ്റെ ശരീരത്തിന് ആവശ്യത്തിന് വിശ്രമം കൊടുക്കുക എന്നത് പിന്നെയും ഊർജ്ജസ്വലമായി ഇബാദത്ത് ചെയ്യാൻ നിന്നെ സഹായിക്കും. നിൻ്റെ ശരീരത്തിന് കൊടുക്കേണ്ട ആ ബാധ്യത നിർവഹിക്കണം. തീർന്നില്ല, വലി അഹ്ലിക അലൈക ഹഖൻ, നിൻ്റെ ഭാര്യയോട് അബൂ ദർദാ നിനക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്, അത് നിർവഹിക്കണം. അവസാനം ഒരു വാചകം കൂടി പറഞ്ഞു, ഫഅതി കുല്ലദി ഹഖിൻ ഹഖഹു, എന്തിനൊക്കെ നിനക്ക് ഉത്തരവാദിത്തങ്ങളും കടമകളും ബാധ്യതകളുണ്ടോ അതിനോടൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നീ നിർവഹിക്കണം, എങ്കിലേ ശരിയാവുള്ളൂ. അതൊക്കെ പറഞ്ഞ് സൽമാൻ റളിയല്ലാഹു അൻഹു പോയി. അബൂ ദർദാ റളിയല്ലാഹു അൻഹു രാവിലെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ പോയി ചോദിച്ചു, റസൂലേ, ഞാനിങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് നിശ്ചയിച്ചെന്ന സഹോദരൻ സൽമാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. സൽമാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്താലാണ് ശരിക്ക് ഇതാവുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എത്ര സുന്ദരമാണ്.
ദീൻ എന്ന് പറഞ്ഞാൽ റബ്ബിനെ അറിഞ്ഞ് ദീനിനെ ശരിക്കും മനസ്സിലാക്കി പ്രവാചകനെ ശരിക്കും മനസ്സിലാക്കി ഒരു മനുഷ്യന് ജീവിച്ചാൽ ഒരു നഷ്ടം ഒരാൾക്കുണ്ടാവില്ല, ലാഭങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു മേഖലയും അവിടെ തഴയപ്പെടില്ല. ജീവിതത്തിലെ എല്ലാ മേഖലയും ചേർത്ത് നിർത്തി ഏറ്റവും ഹൈറും ബറക്കത്തോടുകൂടി ഒരു മനുഷ്യൻ മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇത്രയും നോമ്പും മുടക്കുന്ന രാത്രി നിസ്കരിക്കുന്ന ഒരാൾ അതിൽ നിന്ന് തടയുന്ന രൂപത്തിൽ സൽമാനെ, അങ്ങനെ സൽമാൻ പറഞ്ഞോ? സൽമാൻ ദീൻ അറിഞ്ഞിട്ടില്ല, ദീൻ തിരിഞ്ഞിട്ടില്ല സൽമാനെ. ഞാൻ പറയുന്നു രാത്രി നിസ്കരിച്ചോ, എത്രയും നിസ്കരിച്ചോ, പരമാവധി പിന്നെ നിസ്കാരം നോമ്പൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങൾ സ്വഹീഹായ ഹദീസിൽ ആ ഹദീസിൻ്റെ അവസാനം ഉദ്ധരിക്കുന്നത് കാണാം. സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞതാണ് സത്യം, സൽമാൻ സത്യം പറഞ്ഞിരിക്കുന്നു, സൽമാനാണ് ശരി പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ അള്ളാഹുവിനുള്ള കൽപ്പനകൾ അതിൽ പെട്ടത് തന്നെയാണ്. ബാക്കി ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കുടുംബം, നാട്ടുകാർ, സമൂഹം, പ്രബോധനം, പിന്നെ സ്വന്തം ശരീരത്തോട് നമ്മൾ പാലിക്കേണ്ട കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, സഹജീവികളോട് കാണിക്കേണ്ട കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ നിർവഹിച്ച് ദുനിയാവിലൊരു നല്ല രൂപത്തിൽ എല്ലാ മേഖലകളിലും നമ്മളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് തന്ന ഒരുപാട് മേഖലകളുണ്ടല്ലോ. നമ്മളൊരു ജോലിക്കാരനായിരിക്കാം, നമ്മൾ ശമ്പളക്കാരനായിരിക്കാം, ചിലപ്പോൾ കച്ചവടക്കാരനായിരിക്കാം, നമ്മളൊരു ചിലപ്പോൾ ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരു റമദാൻ മാസം എങ്ങനെയാണ് പൂർത്തീകരിക്കുക, പെരുന്നാളിന് എങ്ങനെ ഡ്രസ്സ് എടുക്കുക എന്ന് ആലോചിച്ച് നടക്കുന്ന ആ റിസ്ക്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷകൾ നൽകിയ ആളായിരിക്കാം. ചിലപ്പോൾ ഇപ്പോഴും കയ്യിൽ പൈസ ഉണ്ടായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാത്ത ആളുകളായിരിക്കാം നമ്മൾ. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ടാവും. പക്ഷേ എല്ലാവർക്കും വളരെ ലളിതമായി, വളരെ സിമ്പിളായി അള്ളാഹുവിൻ്റെ ദീൻ റബ്ബിനെ അറിഞ്ഞ് ശരിക്കും മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ശരിക്കൊരു മനുഷ്യനെ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും അള്ളാഹു പറഞ്ഞതുപോലെ ഉമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവനൊരു മഖ്റജ് ഉറപ്പായിട്ടും കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കുന്നത് അവൻ ഭൗതികമായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന മാസം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്പോൾ എനിക്ക് ഇത്ര വരവ് വരാനുണ്ട്, അതൊന്നും ആയിരിക്കില്ല. പടച്ചോന് വേറെ അതിനേക്കാൾ എത്രയോ വലിയ പ്ലാൻ ഉണ്ടാവും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത രൂപത്തിൽ അള്ളാഹു അവന് റിസ്ക് കൊടുക്കും. അവൻ്റെ കാര്യങ്ങൾക്കൊക്കെയും അള്ളാഹു തുറവി കൊടുക്കും. മഖ്റജ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കും. പോംവഴികൾ അവൻ്റെ മുമ്പിൽ എത്തിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ ജീവിതം, ഇഹപര ജീവിതം അള്ളാഹു ഏറ്റവും ഹൈറായ രൂപത്തിലാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ റബ്ബിനെ അറിഞ്ഞ് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ജീവിതത്തിൽ ചില ബോധപൂർവമായ തയ്യാറെടുപ്പുകൾ നടത്തണം. അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഖുർആൻ നമ്മളിങ്ങനെ കേൾക്കുന്നു, ഒരുപാട് കേൾക്കുന്നു, പിന്നെ റമദാനിലൊക്കെ പാരായണം ചെയ്യുന്നു, വെള്ളിയാഴ്ചകളിലൊക്കെ കേൾക്കുന്നു, നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഓതുന്നു. അതിലെന്താണ് അള്ളാഹു നമ്മളോടൊക്കെ പറയുന്നത്, എങ്ങനെയാണ് അതിലൂടെ നമുക്ക് റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ നമ്മൾ സമയങ്ങൾ കണ്ടെത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ റബ്ബിലേക്ക് അടുക്കാനും റമദാനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ കഴുകിക്കളയാനും നാളെ റബ്ബിൻ്റെ അടുത്ത് നല്ലൊരു മുത്തഖിയായി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, അള്ളാഹു സ്നേഹിക്കുന്ന, അള്ളാഹു പിന്നെ സ്വർഗ്ഗവാസികളിൽ ഉൾപ്പെടുത്തുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും റബ്ബിനെ അറിഞ്ഞ് ജീവിക്കാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞ് പ്രവാചക കൽപ്പനകൾ, തിരുചര്യകൾ പിൻപറ്റി മുന്നോട്ട് പോകാൻ, ദീനിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാൻ, ജീവിതത്തിൽ ദുനിയാവിന് അതിൻ്റേതായ സ്ഥാനം കൊടുക്കുകയും ദീനിന് എപ്പോഴും പ്രയോറിറ്റി കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ, ജീവിതം ചിട്ടപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, ഒരുപാട് ദൗർബല്യങ്ങൾ, പലതരത്തിൽ സാഹചര്യങ്ങൾക്കുണ്ടായ പല പാകപ്പിഴവുകൾ, അതൊക്കെയും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വഹാദ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.